മംഗളപൂർണമായ പാർവതീ പരിണയം കൊണ്ട് ധന്യമായ സുദിനമാണെന്ന് ഈ സമയത്ത് പാർവതീ പരിണയത്തിൻ്റെ തത്വബോധനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ ദേവീ ഭാഗവതത്തിൻ്റെ ആരംഭദശയിൽ ദേവി തന്നെ ത്രിമൂർത്തികൾക്ക് ദർശനം അരുളുന്ന സമയത്ത് വളരെ കൃത്യമായ നിലയിൽ ത്രിമൂർത്തികൾ മൂവരോടൊപ്പം ആദിപരാശക്തിയായ താൻ തന്നെ 3 ഭാവങ്ങളിലായി സ്ഥിതി ചെയ്യും എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗം നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തിരുന്നു. ആ സമയത്ത് പറഞ്ഞിരുന്നു, അവിടെ ബ്രഹ്മാവിനോടൊപ്പം വാണിയായും ശിവനോടൊപ്പം ഉമയായും വിഷ്ണുവിനോടൊപ്പം ലക്ഷ്മിയായും ത്രിമൂർത്തികൾക്ക് ചൈതന്യമേകിക്കൊണ്ട് ശക്തി സ്വരൂപിണിയായ ഭഗവതി നിലനിൽക്കുമെന്നും ഒപ്പം വസിക്കുന്ന പത്നിമാരായി വസിക്കുന്നവർ തൻ്റെ തന്നെ പ്രതിരൂപമാണ് എന്ന ഭാവത്തോടുകൂടി ബഹുമാനത്തോടുകൂടി വേണം അവരെ പരിചരിക്കുന്നതെന്നും കൂടി തുടക്കത്തിലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും ഭഗവാനിലേക്ക് ദേവി വന്നു ചേരുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് അന്ന് സൂചിപ്പിച്ചിരുന്നു. ഇവിടെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇവിടെ പാർവതീ പരിണയത്തിലേക്ക് വരാം. ഇവിടെ ശിവഭഗവാനിലേക്ക് ദേവി വന്നു ചേരുന്നത് 3ാമത്തെ തവണയാണ് പാർവതിയായി ഭാവത്തിൽ വരുന്നത്. ആദ്യ ഭാവത്തിൽ പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ത്രിമൂർത്തികളിൽ ഓരോരുത്തരോടൊപ്പവും ദേവിയുടെ ചൈതന്യം വന്നിരുന്നു എന്ന് സൂചിപ്പിച്ചു. അത് കഴിയുന്ന വേളയിൽ ത്രിമൂർത്തികൾക്ക് സർവ കർമ്മങ്ങൾക്കും ആധാരമായി ശക്തിയായി ചൈതന്യമായി അവരോടൊപ്പം പരിലസിച്ചിരുന്ന ദേവീഭാവത്തിൽ ലക്ഷ്മീ ദേവിയും ഉമയും വിഷ്ണുവിനെയും ശിവനെയും വേർപിരിഞ്ഞ് പോകുന്നതായ ഒരു സംഭവത്തെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹേഗയന്മാരെന്നറിയപ്പെടുന്ന അസുരന്മാരുടെ വലിയൊരു വംശത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി വിഷ്ണുവും ശിവനും തയ്യാറായി. അവർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഇവരുടെ പത്നിമാരായിരുന്ന ലക്ഷ്മിയും ഉമയും തങ്ങളുടെ പതിമാരുടെ വിജയത്തിന് വേണ്ടിയിട്ട് വളരെ ഉന്നതമായ പ്രാർത്ഥനകളൊക്കെ നടത്തി വ്രതാനുഷ്ഠാനത്തോടു കൂടി അവർ നിലകൊണ്ടിരുന്നു. അവരുടെ പ്രാർത്ഥനകളുടെയും ഫലമായി അവിടെ ആ യുദ്ധം വിജയിക്കുകയും യുദ്ധം വിജയിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ തങ്ങളും കൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഈ വിജയം നിങ്ങൾക്ക് ലഭിച്ചത് എന്ന് വിഷ്ണുവിനോടും ശിവനോടും അവരുടെ പത്നിമാർ അറിയിക്കുകയുണ്ടായി. പക്ഷേ ഈ സമയത്ത് തങ്ങളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് യുദ്ധം ജയിച്ചതെന്നും കേവലം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടൊന്നും അല്ല എന്നുള്ള ഒരു പരിഹാസഭാവം ഇവർ രണ്ടുപേരും പ്രകടിപ്പിച്ചു. അപ്പോൾ പരിഹസിക്കപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ശിവനിൽ നിന്നും ഉമാദേവിയും വിഷ്ണുവിൽ നിന്ന് ലക്ഷ്മിയും അന്തർധാനം ചെയ്തു. ഇവിടെയാണ് തുടക്കത്തിൽ വന്ന ദേവതമാർ ഇവരിൽ നിന്ന് അകന്നു പോയത്. അപ്രകാരം അകന്നു പോയതോടുകൂടി ഇവിടെ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പ്രപഞ്ചവിധാനത്തിലെ കർമ്മങ്ങൾക്ക് പലതരത്തിലുള്ള വിഘാതവും വന്നു ചേരാൻ തുടങ്ങി. പലതരത്തിലും ഇവരിൽ അർപ്പിതമായിരിക്കുന്ന കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതിന് വേണ്ടും വണ്ണമുള്ള ശക്തി ഇല്ലാതെ വന്നപ്പോൾ ബ്രഹ്മദേവൻ്റെ പ്രാർത്ഥനകൾ കൊണ്ടും ആദിപരാശക്തിയായ ഭഗവതി മറ്റു ദേവന്മാരെ കൂടി ബ്രഹ്മാവ് കൂട്ടിച്ചേർത്തുകൊണ്ട് ഭഗവതിയെ സ്തുതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇവരിലേക്ക് ആ ശക്തി വന്നു ചേരാൻ തീരുമാനിക്കപ്പെടുകയാണ്. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ കാത്തു പരിപാലിക്കുന്ന അമ്മ മഹാമായയ്ക്ക് ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തുവാൻ വേണ്ടി ത്രിഗുണഭാവങ്ങളിലായി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാകുന്ന ശക്തികളെ ശക്തിപ്പെടുത്തി നിലനിർത്തുക എന്നത് അനിവാര്യമാണ്. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ച ധാരണ എന്ന് പറയുന്നത് ത്രിഗുണ തത്വങ്ങളിലാണ്. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. ഈ ത്രിഗുണ തത്വങ്ങളിലാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോ പ്രപഞ്ച വസ്തുക്കളും ഉണ്ട് എന്നും നിലനിൽക്കുന്നു എന്നും
അതിനനുസരിച്ച് ജീവജാലങ്ങളെല്ലാം രൂപപ്പെട്ടിരിക്കുന്നതും ഓരോ ജീവജാലങ്ങളുടെയും സ്വഭാവം രൂപീകൃതമായിരിക്കുന്നതുമൊക്കെ ഈ ത്രിഗുണങ്ങളുമായി ചേർന്നിട്ടാണ്. ഇവിടെ പ്രധാനമായ പഠനവിധേയമാക്കുന്ന 3 ഭാവങ്ങളെ എടുത്താൽ അസുരൻ, മനുഷ്യൻ, ദേവൻ, ഇങ്ങനൊരു സങ്കല്പം എടുത്താലും അതിൽ ഈ ത്രിഗുണതത്വം കാണാം. അസുരന്മാരെന്ന് പറഞ്ഞാൽ തമോ ഗുണം, മനുഷ്യനെന്ന് പറഞ്ഞാൽ രജോ ഗുണം, ദേവന്മാർ സത്വഗുണം. ഇനി ഓരോ വ്യക്തിയിലും ഈ ഗുണങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ നല്ല അലസന്മാരായി നല്ല മടിയന്മാരായി മാറുമ്പോൾ നമ്മളിൽ എന്തായി? തമോ ഗുണം വന്നു. നമ്മൾ പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള ആരംഭത്തിലേക്ക് നമ്മളൊന്ന് ഉഷാറായി വരുമ്പോൾ അത് നമ്മൾ രജോ ഗുണത്തിലേക്ക് പ്രവേശിച്ചു. നമ്മൾ അറിവ് നേടി വളരെ ശാന്തമായ ഭാവത്തിലേക്ക് എത്തുമ്പോൾ നമ്മളിൽ സത്വഗുണത്തിലേക്ക് എത്തപ്പെട്ടു. അപ്പോൾ ഒരു വ്യക്തിയിൽ പോലും ഈ 3 ഗുണങ്ങൾ എന്ത് ചെയ്യും? ഏറിയും കുറഞ്ഞും നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഏറ്റവും കൂടുതൽ ഏറി വരുമ്പോഴാണ് ദേവാസുര മനുഷ്യഭാവങ്ങളായി മാറുന്നത്. ബാക്കിയുള്ളവരിത് ഏറിയും കുറഞ്ഞു നിൽക്കും. ഇത് മനുഷ്യനിൽ മാത്രമല്ല, സൃഷ്ടിജാലങ്ങളിലെല്ലാത്തിനും ഈ ഗുണങ്ങൾ ഉണ്ടാവും. ഓരോ മൃഗങ്ങൾ ചിലപ്പോൾ വയലൻ്റ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ രജോ ഗുണം കയറി വരുമ്പോഴാണ്. തമോ ഗുണം കയറി വരുമ്പോൾ എന്ത് ചെയ്യും? അവ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുകയോ ആലസ്യത്തോടു കൂടി ചെയ്യേണ്ട ജോലി ചെയ്യാതെ അത് മടി പിടിച്ച് കിടക്കുകയും ചെയ്യും. ഇങ്ങനെ എല്ലാ ജീവജാലങ്ങളും ഈ ത്രിഗുണ തത്വത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ത്രിഗുണാംബിക എന്ന നിലയിൽ ദേവിയാണ് ഈ 3നും ആധാരമായി നിലനിന്നുകൊണ്ട് ഇവരെ ചലിപ്പിക്കുന്നത്. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നതും അമ്മയുടെ ശക്തിയാലാണ് എന്ന് തുടക്കത്തിൽ ദേവീ ഭാഗവത്തിൽ നമ്മൾ വിഷ്ണു ഭഗവാൻ ദേവിയുടെ മഹത്വം എന്താണെന്ന് ബ്രഹ്മാവിന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നമ്മളാണിത് ചെയ്യുന്നതെന്ന് മറ്റുള്ളവർ ധരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മളെക്കൊണ്ട് ഈ ലീലകൾ മുഴുവൻ ചെയ്യിപ്പിക്കുന്നത് സാക്ഷാൽ ഭഗവതി തന്നെയാണ്. അപ്രകാരം ഭഗവതിയുടെ മഹത്വത്തെ അവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ ഭഗവതി വിഷ്ണുവിനോട് പാലാഴി മദനവേളയിൽ അവിടെ പാലാഴി കടയുന്ന സമയത്ത് അതിൽ നിന്ന് ലക്ഷ്മി ഉയർന്നു വരികയും ആ ലക്ഷ്മി ഭഗവതി വിഷ്ണുവിനെ വരിക്കുകയും ചെയ്തു. അങ്ങനെ വിഷ്ണുവിനോടൊപ്പം ലക്ഷ്മി ദേവി എത്തപ്പെട്ടു. ഇനി ശിവനോടൊപ്പം ഈ മൂലശക്തി എങ്ങനെയാണ് തിരികെ എത്തുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ ഇവിടെ ശിവനിലേക്ക് ആ ശക്തി വരേണ്ടതാണ് എന്ന് ബോധ്യപ്പെട്ട ബ്രഹ്മദേവൻ തൻ്റെ പുത്രനായ ദക്ഷനോട് വന്ന് പറഞ്ഞു, സാക്ഷാൽ ഭഗവതി മകളായി പിറക്കാൻ വേണ്ടി പ്രാർത്ഥന നടത്താൻ പറഞ്ഞു. ഇവിടെ ദക്ഷനാകട്ടെ ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. ബ്രഹ്മാവിൻ്റെ വലത് കാലിൻ്റെ പെരുവിരലിൽ നിന്നാണ് ദക്ഷനും ഇടതുകാലിൻ്റെ പെരുവിരലിൽ നിന്ന് പ്രസൂതി എന്ന് പറയപ്പെടുന്ന ആ ദക്ഷപത്നിയും ജന്മമെടുത്തു എന്ന് പറയപ്പെടുന്നത്. ഇവിടെ ഇടത് വലത് പറയുന്നതെന്ന് വെച്ചാൽ വലതു ഭാഗം പുരുഷഭാവവും ഇടതുഭാഗം വാമഭാഗം സ്ത്രീഭാവവും എന്ന സങ്കല്പത്തിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാലിൽ നിന്നുണ്ടാവുന്ന ചെയ്തൊരു എനർജിയാണ്. ആ എനർജിയാണ് എല്ലാത്തിനും ആധാരമായത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഈ പ്രപഞ്ച പാലനത്തിന് വേണ്ടിയിട്ടാണ് ദക്ഷനെ സൃഷ്ടിച്ചത്. ഈ ദക്ഷന് ജനിച്ച പെൺകുട്ടികളിൽ അവർ ധർമ്മനും അതുപോലെ തന്നെ ചന്ദ്രനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ദിതിക്കൊക്കെ ആയിട്ട് വിവാഹം കഴിച്ച് കൊടുത്തു. അപ്പോൾ ഈ ദക്ഷ പ്രജാപതിക്ക് 2 പെൺകുട്ടികൾ കൂടി അയോനിജയായി മക്കളായിട്ട് അയോനിജ എന്ന് പറയുമ്പോൾ യോനീദത്തം അല്ലാത്ത രീതിയിൽ വന്നു ചേരുന്ന കുട്ടികളെയാണ് അയോനിജ എന്ന ഭാവത്തിൽ പറയപ്പെടുന്നത്. അതിലൊന്നാണ് സാക്ഷാൽ ഭഗവതി. രണ്ടാമത്തത് സ്വാഹ എന്ന് പറയുന്ന ദേവിയാണ്. ഈ സാഹാദേവിയെ അഗ്നിദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. രണ്ടാമത്തെ ആളാണ് സതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ദക്ഷ പ്രജാപതിക്ക് സതീദേവിയെ മകളായി ലഭിച്ചു. പക്ഷേ കാലാന്തരത്തിൽ സതീദേവി സാക്ഷാൽ മഹാദേവനെയാണ് താൻ വരിക്കേണ്ടത് എന്ന് മനസ്സിലുറപ്പിച്ച് ഭഗവാനെ നേടുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണെങ്കിലും ദക്ഷ പ്രജാപതിക്ക് ഈ ബ്രഹ്മദേവൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇവിടെ സതീദേവിയെ സ്വീകരിച്ചതെങ്കിലും മഹാദേവനോട് അത്ര പ്രിയം ആർക്കില്ല? ദക്ഷന് ഇല്ല. അപ്പോൾ ദക്ഷ പ്രജാപതി അതുകൊണ്ട് മഹാദേവനെ കാണുന്നത് അമംഗള സ്വരൂപൻ എന്നുള്ള നിലയിലാണ്. ഇവിടെ ശിവഭഗവാന് പ്രകൃതിയുടെ 2 ഭാവങ്ങളെയും ഒരുപോലെ ധ്വനിപ്പിക്കുന്ന ഒരു ദേവനാണ് ശിവഭഗവാൻ. മംഗളനുമാണ്, ഒരു സമയത്ത് അമംഗളനുമാണ്. അതായത് സർവ്വവിധമായ ശുഭവുമാണ്, അശുഭം എന്ന് ചിന്തിച്ചാൽ അതുമാണ്. കാര്യം പ്രകൃതിയുടെ 2 ഭാവങ്ങളും ഒരുപോലെ ആരിലുണ്ട്? ശിവനിലുണ്ട്. എന്തുകൊണ്ടാണ് ശിവനെ അമംഗളൻ എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ വേഷവിധാനങ്ങളിൽ
അല്ലേ, ആർഭാടമില്ലാത്തവനും മരവിരിയോ അതുപോലെ പുലിത്തോലോ ഒക്കെ ധരിച്ച് ചുടലഭസ്മം പൂശി അല്ലേ, കഴുത്തിൽ സർപ്പങ്ങളെ ധരിച്ച് ആ രീതിയിലാണ് ജടയൊക്കെ ഉയർത്തി കെട്ടിക്കൊണ്ടാണ് ആര് നടക്കുന്നത്? ശിവൻ നടക്കുന്നത്. മറ്റ് ദേവന്മാരൊക്കെ സർവാഭരണ വിഭൂഷിതരായിട്ടാണ് നടക്കുന്നത്. ഇവിടെ ശിവൻ അങ്ങനെ ഒരു ഭാവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശിവന് വിവാഹം കഴിച്ചു കൊടുക്കാനൊന്നും ദക്ഷിണ അത്ര തൃപ്തി വന്നില്ല. പക്ഷേ സാക്ഷാൽ ഭഗവതിയാകട്ടെ ശിവനെ അല്ലാതെ മറ്റൊരാളെയും വിവാഹം കഴിക്കില്ല എന്നുള്ള തീരുമാനത്തെ അറിയിക്കുകയും ആ ദക്ഷൻ്റെ പുത്രിയായ ദാക്ഷായണിയുടെ തന്നോടുള്ള ആ രതി താല്പര്യം അത് എത്രത്തോളം ദൃഢമാണെന്നറിയാൻ വേണ്ടി ഭഗവാൻ തന്നെ വിവിധ സമയങ്ങളിലായി വേഷവിധാനങ്ങൾ മാറി സതീദേവിയുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അടുത്തെത്തിയിട്ട് സതീദേവിയോട് പറയും. ഈ സതീദേവിയുടെ മനസ്സിൽ ഭഗവാനെക്കുറിച്ചിട്ടുള്ള ഭാവം നമ്മളെ മുന്നിലും കൂടി ലോകത്തിന് മുമ്പിൽ പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അത്തരമൊരു ലീല ആടുന്നത്. ഭഗവാൻ ഇവിടെ വന്നിട്ട് പറയുന്നത്, സതീദേവിയോട് പറയുന്നത്, ഹേ സ്ത്രീരത്നമേ, നീ ആരെയാണ് ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെ തപസ് ചെയ്യുന്നത് ആരെയാണ്? അപ്പോൾ പറയും സാക്ഷാൽ മഹാദേവനെയാണ്. ഏത് മഹാദേവൻ? ആ ശിവനെയോ? അതെ, ആ ശിവനെയാണ്. എനിക്ക് ഭർത്താവായി ലഭിക്കുവാൻ ആ ശിവനെ എനിക്ക് പതിയായി ലഭിക്കാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വ്രതാനുഷ്ഠാനത്തിൽ മുഴുകുന്നത്. ആ ശിവൻ വെറും ചണ്ടാളനല്ലേ? കഴുത്തിൽ പാമ്പിനെയൊക്കെ ഇട്ട് ചുടലഭസ്മമൊക്കെ പൂശി അല്ലേ, ഒരു വൃത്തിയില്ല, കുളിയില്ല, നനയില്ല, അങ്ങനെയൊക്കെ നടക്കുന്ന ശിവനെ വിവാഹം കഴിക്കാൻ നിനക്ക് നാണമാകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭഗവാൻ തന്നെ വന്ന് സംസാരിക്കുമ്പോൾ സതീദേവി ആദ്യമൊക്കെ ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ പിന്നീട് സതീദേവി എന്ത് പറയും? ഞാൻ ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന മഹാദേവനെക്കുറിച്ച് ഇനിയൊരക്ഷരം പറഞ്ഞാൽ ഇവിടെ നിന്ന് ജീവനോടെ പോകില്ല. കാരണം അത്ര കണ്ട് ബാഹ്യമായ കുറ്റങ്ങളോ കുറവുകളോ വെച്ചിട്ടല്ല സതീദേവി മഹാദേവനെ കാണുന്നത്. ആ മഹാദേവൻ്റെ തത്വത്തെ അറിഞ്ഞാണ് ഞാൻ ആ മഹാദേവിയെ സ്വീകരിക്കാൻ വന്നിരിക്കുന്നത്. സാക്ഷാൽ ആ ഭഗവാനിൽ തന്നെ ഉണ്ടായിരുന്ന ശക്തി ചൈതന്യം തന്നെയാണ് താനെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദേവി അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുകയുണ്ടായി. ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിയല്ലേ? ആ വിവിധ ഭാവങ്ങളിലാണ് മഹാദേവൻ്റെ രൂപത്തെ കാണാൻ സാധിക്കുന്നത്. നമ്മളൊക്കെ ശിവാരാധന നടത്തുമ്പോൾ നമ്മളതിൽ നിന്ന് ഒരുപാട് തത്വങ്ങൾ ഇവിടെ ഓരോ ദേവന്മാരിൽ നിന്നും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഓരോ ദേവന്മാരുടെയും രൂപഭാവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുവാനുള്ള അനേക തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ദേവതാ രൂപഭാവങ്ങളെ അത്തരത്തിലേക്ക് നമ്മുടെ പൂർവികന്മാർ കാട്ടിത്തരുന്നത്. അല്ലാതെ ഇതാണ് ഈശ്വരൻ്റെ രൂപം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ല. അവിടെ ഓരോരോ അനുഷ്ഠാനങ്ങളും അതുമായി ബന്ധപ്പെടുന്ന അനുഷ്ഠാനങ്ങളിൽ നിന്ന് പോലും നമ്മൾ പഠിക്കേണ്ടതായ ഗുണങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള ശീലങ്ങളൊക്കെ അതിനുള്ളിൽ ഉണ്ട്. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ഒരു മരണ വീട്ടിൽ പോയാൽ നമ്മൾ കുളിക്കാതെ അമ്പലത്തിൽ കയറാറുണ്ടോ? നമ്മൾ കുളിക്കാതെ നമ്മുടെ വീട്ടിൽ കയറാറുണ്ടോ? ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ചുടുകാട്ടിലെ ഭസ്മം പൂശിയിരിക്കുന്ന ശിവൻ എങ്ങനെ അമ്പലത്തിനകത്തിരിക്കുന്നത്? എങ്ങനെയാ? ചുടുകാട്ടിലെ ഭസ്മം പൂശിയിരിക്കുന്ന ശിവൻ ചുടലവാസിയും കൂടാണ്. ശിവനെക്കുറിച്ച് പറഞ്ഞില്ലേ, ചുടലവാസിയും കൂടാണ് ശിവൻ. അങ്ങനെയുള്ള ശിവൻ എങ്ങനെയാണ് അമ്പലത്തിനകത്തിരിക്കുന്നത്? എങ്ങനെയാ? ശിവൻ്റെ അമ്പലത്തിൽ പോകാൻ മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്. എന്തിനാണ് ഈ രൂപഭാവങ്ങളെന്നുകൂടി പഠിക്കണം. പഠിച്ചില്ലെങ്കിലൊന്നും നമ്മൾ ഈശ്വരനെ അറിയുന്നവരാവില്ല. നമ്മൾ നമ്മുടെ ചില മോഹങ്ങൾ കൊണ്ട് ആരോ ഒക്കെ പറഞ്ഞു, അവിടെ പോയ കൊച്ചുനാളെ അച്ഛനും അമ്മയും പറഞ്ഞു അവിടെ പോയി ഉവ്വാവ മാറണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മൾ പോയി ഉവ്വാവ മാറണമെന്ന് പറഞ്ഞു. കുറച്ചുകൂടി വളർന്നപ്പോൾ പറഞ്ഞു അവിടെ പോയി ഇന്ന് ഭഗവാനെ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ രക്ഷിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇച്ചിരി കൂടെ വളർന്നപ്പോൾ സ്കൂളിൽ ചേർത്തു. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു അവിടെ പോയി ഇന്ന് പരീക്ഷയ്ക്ക് പാസ്സാവണമെന്ന് പറഞ്ഞാൽ അത് പാസ്സാവുമെന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ പോയി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നല്ല ഭർത്താവിനെ കിട്ടണമെന്ന് പറഞ്ഞു, അവിടെ പോയി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ജോലി കിട്ടണമെന്ന് പറഞ്ഞു, അവിടെ പോയി പറഞ്ഞു. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും കിട്ടണമെന്ന് മോഹം വരുമ്പോൾ നമ്മൾ അവിടെ പോവും. മനസ്സിലായോ? അങ്ങനെയുള്ള ഭക്തന്മാരായി നമ്മളിപ്പോൾ അധപ്പതിച്ചു കഴിഞ്ഞു. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. അങ്ങനെ ആയിത്തീരേണ്ടവരല്ല നമ്മൾ. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായില്ലേ? ആ ഭഗവാന്റെ സ്വരൂപത്തെ അറിഞ്ഞ്
ആ ഭഗവാനിൽ അന്തർലീനമായിരിക്കുന്ന ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി ആ തത്വത്തിനെ നമ്മുടെ അറിവാക്കി മാറ്റി ആ അറിവിലൂടെ നമ്മുടെ അജ്ഞാനത്തെ അകറ്റി സ്വയം ശുദ്ധീകരിക്കപ്പെട്ട് ഉന്നതമായ നിലയിൽ ശിവനെ പൂജിച്ച് ശിവനായി തീരാനാണ്, മനസ്സിലായില്ലേ, ശിവാരാധന എന്ന് പറയുന്നത്. ശിവനെ മാത്രമല്ല, ഏത് ദേവനെ പൂജിച്ചാലും ആ ദേവൻ്റെ ആ ഗുണങ്ങൾ നമ്മളിലേക്ക് കിടന്നു വന്ന ആ ദേവതാഭാവത്തിലേക്ക് എത്തണം. ഇവിടെ കരിമുട്ടം വാഴുന്ന സാക്ഷാൽ പരാശക്തിയായിട്ടുള്ള കാളി ഭഗവതി അല്ലേ, കാളയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ചിത്രങ്ങളിൽ നാക്ക് നീട്ടി നിൽക്കുന്ന കാളിയെ കണ്ടിട്ടില്ലേ? കഴുത്തിൽ തലയോട്ടി മാലയൊക്കെ ഇട്ടിട്ട് അല്ലേ? ഈ തലയോട്ടി മാലയൊക്കെ ഇട്ട് നിൽക്കുന്ന കാളി എങ്ങനെ അമ്പലത്തിനകത്തിരിക്കുന്നത്? തലയോട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മൃതശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ലേ, ഒരു ചുടലയുടെ ഭാഗമായിട്ടുള്ളതല്ലേ, ആണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ തലയോട്ടി ഇട്ടിരിക്കുന്ന ദേവിയെ അമ്പലത്തിനകത്ത് ആരാധിച്ചിട്ട് നമ്മൾ മരണ വീട്ടിൽ പോയാൽ പിന്നെ കുളിക്കാതെ വീട്ടിൽ കയറി അമ്പലത്തിൽ പോകാതെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ്? എന്തിനാ ഈ കാളി നാക്കൊക്കെ നീട്ടി ഇങ്ങനെ നിൽക്കുന്നത്? ചോദ്യമൊക്കെ ചോദിച്ചപ്പോൾ കസേര ഇരുന്നവരെല്ലാം വളരെ വേഗത്തിൽ പോയി. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഓരോ ദേവതയും, ഇപ്പോൾ ഓരോ ശിവൻ മാത്രമല്ല, കാളി മാത്രമല്ല, ഓരോ ദേവതയുടെയും രൂപങ്ങളെ പ്രതീകാത്മകമായി മനസ്സിലാക്കി അതിനുള്ളിലേക്കുള്ള തത്വങ്ങളെക്കുറിച്ച് കൂടി അറിഞ്ഞു ചെല്ലുമ്പോഴാണ് നമുക്ക് ആ ദേവതയുടെ ചൈതന്യത്തെ അനുഭവിക്കാൻ സാധിക്കുന്നത്. ആ ദേവത നമ്മുടെ ഉള്ളിൽ തിളങ്ങുന്നത് ആ തത്വവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇല്ലെങ്കിൽ കേവലം നമ്മളും ഭഗവാനും തമ്മിലുള്ള അന്തരം ഇങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ ആ ദേവതാ തത്വങ്ങളെ അറിയാൻ നമ്മൾ ഇവിടെ ശിവനെ, അതുകൊണ്ടാണ് ഇവിടെ ശിവനെ അമംഗളൻ എന്ന് പറയുന്നതും മംഗളസ്വരൂപനെന്നും ഒരുമിച്ച് പറയുന്നതിൽ നിന്ന് വ്യത്യാസങ്ങളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അപ്രകാരമുള്ള ശിവഭഗവാനാകട്ടെ ഇവിടെ സതീദേവിയെടുത്ത് പലതരത്തിലുള്ള പരീക്ഷണം നടത്തി തന്നെ നിന്ദിക്കുന്ന തരത്തിലാണ് ശിവൻ പോയി സതിയോട് പറയുന്നത്. കാരണം അങ്ങനെയുള്ള ഒരു വാക്ക് കേട്ടിട്ടും ആ സതി തൻ്റെ തപസ്സിൽ നിന്ന് ശിവന് ലഭിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്ന് അണുകിട പിന്മാറാതെ ദൃഢമായ തീരുമാനത്തിൽ നിൽക്കുന്നു. അപ്രകാരമുള്ള സതീദേവിയെ സാക്ഷാൽ ശിവശങ്കരൻ വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച് അവർ മുന്നോട്ട് പോകുമ്പോഴും ഈ അനിഷ്ടം ദക്ഷിണയിൽ ഇങ്ങനെ പ്രകടമായി തന്നെ നിലനിൽക്കുകയാണ്. ഇവിടെ ദക്ഷ പ്രജാപതി ഒരിക്കൽ ഒരു യാഗസ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്ക് എഴുന്നേറ്റ് ബഹുമാനാർത്ഥം എഴുന്നേറ്റു. ഇവിടെ എഴുന്നേക്കാത്ത രണ്ട് പേരായിരുന്നു, ഒന്ന് ബ്രഹ്മാവും ഒന്ന് ശിവനും. ഇവിടെ ബ്രഹ്മാവ് എഴുന്നേക്കാത്തതിന് ദക്ഷന് വലിയ ദേഷ്യം തോന്നിയില്ല, കാരണം തൻ്റെ പിതാവാണ്. അപ്പോൾ പിതാവ് എന്ന സ്ഥാനത്ത് ഇപ്പം മക്കൾ ഇനി എത്ര ഉന്നതരാണെങ്കിലും പിതാവ് വരുന്ന സമയത്ത്, മക്കൾ വരുന്ന സമയത്ത് അച്ഛനും അമ്മയും എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദക്ഷൻ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ദക്ഷനാകട്ടെ ഈ ലോകത്തിൻ്റെ ഭരണാധികാരിയാണ്. അതുകൊണ്ട് ഭരണാധികാരിയായ താൻ വരുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കണം എന്നുള്ള ഒരു ശാഠ്യം കൂടി ആർക്കുണ്ട്? ദക്ഷനുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ അധികാരത്തിൻ്റെ സ്ഥാനങ്ങൾ എപ്പോഴും നമ്മളെന്തുണ്ടാക്കും? ഗർവിലേക്ക് എത്തിക്കും. ഇവിടെ ദക്ഷനും ഒരു ഗർവിലേക്ക് എത്തിച്ചു. ലോകം മുഴുവൻ എന്നെ നമസ്കരിക്കണം, ഞാനാണ് എല്ലാവരെയും ഭരിക്കുന്നവൻ എന്നുള്ള ഒരു അജ്ഞാനം, ഒരു അഹങ്കാരം ദക്ഷനിൽ ഉണ്ടായി. അജ്ഞാനം ഉണ്ടാകുമ്പോൾ നമ്മളിൽ എന്തുണ്ടാകും? ആത്മവിസ്മൃതി ഉണ്ടാവും. മനസ്സിലായില്ലേ? അജ്ഞാനം വളർന്നു വരുമ്പോൾ എന്താണോ ശരിയായി താൻ ചെയ്യേണ്ടത് എന്ന ബോധം കുറഞ്ഞു വരികയും അതിൻ്റെ ഫലമായി ചെയ്യാൻ പാടില്ലാത്ത ചിന്തകളും പ്രവൃത്തികളും നമ്മളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ സ്വന്തം ജീവിതത്തിനെ എടുത്തു നോക്കിയാൽ ചില സമയത്ത് നമുക്ക് അഹങ്കാരം വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ ചെയ്യില്ലേ? നമ്മളെ വീട്ടിലെ മുതിർന്നവരോട് ദേഷ്യം വരും ഇല്ലേ? അച്ഛനെ അമ്മയോട് ചിലപ്പോൾ തട്ടിക്കയറും, ചിലപ്പം വീട്ടിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയും, അറിയത്തില്ലേ? നമ്മളോട് സ്നേഹത്തോടെ ആരെങ്കിലും സംസാരിക്കാമെന്നാൽ അവരോട് നമ്മൾ ദേഷ്യപ്പെടും. ഉണ്ടോ ഇല്ലയോ? നമുക്ക് തന്നെ ഉള്ളിൽ അഹങ്കാരം വരുമ്പോൾ ദേഷ്യത്തിന് വിധേയരാകുമ്പോൾ ആരെയൊക്കെയാണോ മാനിക്കേണ്ടത് അവരെപ്പോലും നമ്മൾ മറന്നിട്ട് നമ്മൾ പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. ആത്മവിസ്മൃതിയിലേക്ക് പോയാൽ അവിടെ നിന്ന് ബുദ്ധിനാശത്തിൽ നിന്ന് ആത്മവിസ്മൃതി ഉണ്ടാവും.
ആത്മവിസ്മൃതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും? നാശത്തിലേക്ക് എത്തിച്ചേരും. ഇവിടെ ബുദ്ധിനാശോ പ്രണശ്യതി എന്ന് ഗീതയിൽ വളരെ കൃത്യമായി ഭഗവാൻ സ്ഥിതപ്രജ്ഞ ഭാഗത്തിൽ അവിടെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വബുദ്ധിയെ ഉണർത്തി നിർത്തണമെങ്കിൽ ആത്മവിസ്മൃതി ഉണ്ടാകാതെ നോക്കണം. ഇവിടെ ഗർവ് വന്നപ്പോൾ ദക്ഷൻ എന്തു പറ്റി? ആത്മവിസ്മൃതി ഉണ്ടായി. സാക്ഷാൽ മഹാദേവനെ മഹാദേവനെന്ന സ്ഥാനത്ത് കാണുന്നതിന് പകരം ആ മഹാദേവനെ എന്തായി കണ്ടു? തൻ്റെ മരുമകൻ എന്ന സ്ഥാനത്തേക്കാക്കി കണ്ടു. മനസ്സിലായില്ലേ? ഒരു വ്യക്തിയിൽ രണ്ട് ഭാവം ഉണ്ടെന്ന് വെക്കുക. രണ്ട് ഭാവങ്ങളുള്ള സ്ഥലത്ത് ആ വ്യക്തിയിലെ ഏറ്റവും ഉന്നതമായ ഭാവത്തെയല്ലേ നമ്മൾ എപ്പോഴും പ്രകടമായി കാണേണ്ടത്, അല്ലേ? ഇപ്പം നമ്മൾ രണ്ട് ഗുണമുണ്ടെന്ന് വെക്കുക. ഒരാൾ നല്ല പാട്ട് പാടും, എന്നാൽ കുറച്ച് പടവും വരയ്ക്കും. നമ്മളൊരാളിനെ പരിചയപ്പെടുത്തുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്? എങ്ങനെയായിരിക്കും? ആദ്യമേ എന്ത് പറയും? നല്ലതുപോലെ പാട്ട് പാടും, ഇല്ലേ? രണ്ടാമത് പറയും കുഴപ്പമില്ലാതെ പടവും വരയ്ക്കും, കാരണം ആദ്യത്തെ ഗുണം പറഞ്ഞു. ഇനി അതൊരു ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇനി ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കാം. നമുക്കൊരു ബന്ധമുള്ള ഒരാൾ, ആ ബന്ധമുള്ള ഒരാൾ നമ്മളെ പഠിപ്പിച്ചിട്ടുമുണ്ടെന്ന് വെക്കുക. നമ്മൾ അടുത്ത ബന്ധുവാണ്, നമ്മളെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മളൊരാളിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇതെൻ്റെ ഗുരുനാഥനാണ്, അല്ലേ, ഇതെൻ്റെ അധ്യാപകനാണ്, അത് കഴിഞ്ഞേ പറയുള്ളൂ ഇതെൻ്റെ മാമനും കൂടാണ്, അല്ലെ എൻ്റെ അളിയനും കൂടാണ് എന്ന് പറയത്തുള്ളൂ. നേരെ മറിച്ച് ആദ്യമേ മാമനെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഗുരുവാണെന്ന് പറയുന്നത്. ആദ്യം എപ്പോഴും എന്ത് ചെയ്യണം? ഉന്നതമായ തലത്തിൽ നമ്മളൊരാളിനെ കാണാൻ സാധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ ഏറ്റവും ഉയർന്ന ഗുണമുണ്ടെങ്കിൽ ആദ്യമേ ആ ഗുണത്തെ കാണണം. ഇവിടെ മഹാദേവനെ മഹാദേവനെന്ന ഭാവത്തിൽ കാണാതെ മഹാദേവൻ എന്തായി കണ്ടു? തൻ്റെ മകളുടെ ഭർത്താവ് എന്ന തലത്തിൽ കണ്ടു. അങ്ങനെയാണെങ്കിൽ മകളുടെ ഭർത്താവാണെന്ന തലത്തിൽ കാണുകയാണെങ്കിൽ ദക്ഷൻ വരുമ്പോൾ ആരും എഴുന്നേക്കണം? ശിവൻ എഴുന്നേക്കണം. പക്ഷെ ലോകം മുഴുവൻ പാലിക്കുന്ന മഹാദേവൻ എന്ന തലത്തിൽ കണ്ടാൽ എഴുന്നേക്കേണ്ട ആവശ്യം ഇല്ല. നേരെ മറിച്ച് ദക്ഷനാണ് അവിടെ നമസ്കരിക്കേണ്ടത്. മനസ്സിലായില്ലേ? പക്ഷേ ദക്ഷൻ ഇതിനെ വകവെക്കാതെ ആരെ ശകാരിച്ചു? പരസ്യമായി ശിവനെ ശകാരിച്ചു. ഈ ഇങ്ങനെയുള്ള അമംഗളനായിട്ടുള്ള വൃത്തിയില്ലാത്ത, കുളിക്കാത്ത, ജപിക്കുന്നില്ലാത്ത, ജപമില്ലാത്ത, വെറും ചുടലവാസിയായിട്ടുള്ള ഇങ്ങനെയുള്ളവരെ ആരാണ് യജ്ഞസ്ഥലത്തേക്കൊക്കെ വിളിക്കുന്നതെന്നൊക്കെ ചോദിച്ച് അപമാനിച്ചു. ഈ അപമാനങ്ങൾ മുഴുവനുണ്ടായെങ്കിലും ഭഗവാനാകട്ടെ ദക്ഷനോട് നേരിട്ട് എതിരിടാൻ നിന്നില്ല. കാരണം അജ്ഞാനികളോട് എതിരിടാതിരിക്കുന്നതാണ് ഉത്തമമായ മാർഗം. അജ്ഞാനികളോട് എതിരിടാൻ പോയാൽ പിന്നെ അവിടെ ഒരു കലാപം ഉണ്ടാവത്തേ ഉള്ളൂ. അവിടെ നടക്കേണ്ട ഒരു മംഗളകാര്യം, ഒരു യാഗമാണ്. അതിന് താൻ മൂലം ഒരു വിഘ്നം വരണ്ട. അതുമാത്രമല്ല, ദക്ഷൻ കാണാത്ത ദക്ഷനിലുണ്ടായ അയോഗ്യതയിലേക്ക് ഭഗവാൻ എത്തപ്പെട്ടില്ല. ഭഗവാൻ എന്ത് കഴിയുന്നു? ദക്ഷനെ തൻ്റെ ഭാര്യയുടെ പിതാവെന്ന സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണാനും ഭഗവാൻ തയ്യാറായി. മനസ്സിലാവുന്നുണ്ടോ? ദക്ഷന് നഷ്ടപ്പെട്ടു പോയ ഗുണം ഭഗവാൻ എന്ത് ചെയ്തു? ഉയർത്തി കാണിച്ചു. മറുഭാഗം അവിടെ ദക്ഷനെ തൻ്റെ ഭാര്യയുടെ പിതാവെന്ന സ്ഥാനത്തേക്ക് കണ്ടതുകൊണ്ട് ഭഗവാൻ ദക്ഷൻ്റെ അപരാധങ്ങളെ പുറത്ത് അവിടെ നിന്ന് പോയി. പക്ഷേ ഇതേ സമയത്ത് തന്നെ ദധീജിയെ പോലെയുള്ള മഹർഷിമാർ അവർ വിട്ടുകൊടുത്തില്ല. ഭഗവാന്റെ ഭക്തന്മാരാണ്. ആ ദധീജി മഹർഷി വളരെ കൃത്യമായി ദക്ഷനോട് പറഞ്ഞു, ദക്ഷ, നീ സർവനാശത്തെ ക്ഷണിച്ചു വരുത്തുകയാണ്. സാക്ഷാൽ മഹാദേവൻ ആരാണ് എന്നറിയാതെ ആ മഹാദേവനോട് നീ ക്ഷമ പറയൂ എന്നൊക്കെ പറഞ്ഞു. ദക്ഷനാകട്ടെ ഇതൊന്നും തന്നെ കേട്ടില്ല. കാരണം അഹങ്കാരത്തിൽ നിൽക്കുമ്പോൾ ജ്ഞാനികളുടെ വാക്കുകൾക്ക് പോലും അഹങ്കാര സമയത്ത് ആര് വില കൊടുക്കില്ല? അഹങ്കരിക്കുന്നവൻ വില കൊടുക്കില്ല. മനസ്സിലായില്ലേ? ആ അഹങ്കാരികൾക്ക് ആ സമയത്ത് ജ്ഞാനത്തിൻ്റെ വാക്കുകൾ വന്ന് പറഞ്ഞാലും അവരതിനെ തെള്ളിക്കളയും. അതുപോലെ ദധീജിയുടെ വാക്ക് തെള്ളിക്കളഞ്ഞു. നന്ദികേശ്വരനാകട്ടെ ഇവിടെ ദക്ഷനോടൊപ്പം കലഹമുണ്ടാക്കി. അങ്ങനെ ദക്ഷൻ നന്ദികേശനുമായിട്ട് ശകാരത്തിലേർപ്പെട്ടു. നന്ദികേശൻ അവിടെ ഒരു ശാപം കൊടുത്തു, നിൻ്റെ ശിരസ് നഷ്ടപ്പെട്ടു പോട്ടെ എന്ന് ദക്ഷനോട്. എന്തുകൊണ്ടാണിത് പറഞ്ഞത്? അഹങ്കാരം കൊണ്ട് പെരുകിയിരിക്കുകയാണ് ദക്ഷൻ്റെ ശിരസ്. ഈ അഹങ്കാരം എവിടെയാ വന്ന് നിറയുന്നത്? ഒരു വ്യക്തിയിൽ അഹങ്കാരം നിറയുക എന്ന് പറഞ്ഞാൽ എവിടെയാ? അവൻ്റെ ബോധതലത്തെയാണ്. ആ ബോധത്തിൻ്റെ സ്ഥാനമായിട്ട് നമ്മൾ കൽപ്പിക്കുന്ന എവിടെയാ? ശിരസ്സാണ്, അല്ലേ? ശരിയല്ലേ? ആ ബോധത്തിൻ്റെ കേന്ദ്രമായിട്ട്, കാരണം സ്മൃതിയുടെ കേന്ദ്രമായിട്ട് സെറിബ്രവും അതുപോലെ തന്നെ വരാനുള്ള കാലത്തെ നിർണ്ണയിക്കാൻ സെർബെല്ലോ, മെഡില ഒബ്ലാങ്കേറ്റ് എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇരുന്നു കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ചിന്താമണ്ഡലങ്ങളുടെയും കേന്ദ്രമായി ഇരുന്നു കൊണ്ട് നമ്മുടെ സ്മരണകളെയും സ്മൃതികളെയും ഒക്കെ നിലനിർത്തുന്നത് എവിടെയാണ്? ശിരസിലല്ലേ?
ആ ശിരസ് അഹങ്കാരം കൊണ്ട് മൂടപ്പെട്ടു. അതുകൊണ്ട് അങ്ങനെ ഒരു ശിരസ് നിനക്ക് അലങ്കാരമായി ഇനി ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ശിരസ് ഇനി ഇരുന്നാൽ ആ അഹന്ത കൊണ്ട് ഒരു ഭരണാധികാരിയായിരിക്കുന്ന ഈ ആ അഹന്ത കൊണ്ട് എന്തു ചെയ്യും? മറ്റുള്ളവർക്ക് കൂടി ദ്രോഹിയായി മാറും. അതുകൊണ്ട് നിനക്കതിനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് നിൻ്റെ അജ്ഞാനങ്ങൾ കൊണ്ട് നിറഞ്ഞ ശിരസ് നഷ്ടപ്പെടട്ടെ എന്ന് ശപിച്ചു. ഇവിടെ ദക്ഷനാകട്ടെ തിരിച്ചൊരു ശാപവും കൊടുത്ത് വെറുതെ വിട്ടില്ല. ദക്ഷൻ പറഞ്ഞു, നിങ്ങൾ ഒരിടത്തും സ്ഥിരതയില്ലാതെ അലയുന്നവരായി മാറട്ടെ എന്ന് ശിവൻ്റെ ഭൂതഗണങ്ങളെയും തിരിച്ച് ശപിച്ചു. പ്രതിശാപം ഉണ്ടായി. ഇത് കഴിഞ്ഞ് നന്ദികേശനും മറ്റുള്ളവരും തിരിച്ചു പോരുന്നു. ഇവിടെ സതീദേവിയും വൃത്താന്തമൊക്കെ അറിഞ്ഞു. ഇവിടെ സതീദേവിക്കാകട്ടെ പിതാവിൻ്റെ ഭാഗത്ത് നിൽക്കാൻ പറ്റത്തില്ല, അല്ലേ? ഭർത്താവിൻ്റെ ഭാഗത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തപ്പെട്ടു. മഹാദേവനെ പൂർണ്ണമായി അറിഞ്ഞ ആളെന്നുള്ള നിലയിൽ തൻ്റെ അച്ഛന് വന്നിട്ടുള്ള ആ പതനം അത് സതീദേവിക്ക് ദുഃഖത്തിന് കാരണമായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവരുടെ പിണക്കം തീർക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വസിക്കുന്ന സമയത്താണ് ദക്ഷൻ ഒരു വലിയ യാഗം നടത്താൻ തീരുമാനിച്ച വൃത്താന്തം സതീദേവി അറിയുന്നത്. ആ വൃത്താന്തം അറിഞ്ഞ സതീദേവി ശിവഭഗവാനോട് ചെന്നു പറഞ്ഞു, അവിടെ ദക്ഷപ്രജാപതി തൻ്റെ പിതാവ് ഒരു വലിയ യാഗം നടത്തുന്നുണ്ട്, നമുക്ക് ആ യാഗസ്ഥലത്തേക്ക് പോകണ്ടേന്നൊക്കെ ചോദിച്ചു. ശിവഭഗവാനാകട്ടെ ക്ഷണിക്കാത്ത സ്ഥലത്തേക്ക് പോകുന്നത് ഉചിതമല്ല എന്ന് പറയുകയും ചെയ്തു. നമ്മൾ എത്ര തന്നെ കേമന്മാരാണെങ്കിലും നമ്മളെ ക്ഷണിക്കാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് അധികപ്പറ്റല്ലേ? മനസ്സിലായില്ലേ? അങ്ങനെ പോയാൽ അവിടെ നമുക്ക് അർഹിക്കുന്ന മാന്യത കിട്ടുമോ? അർഹിക്കുന്ന മാന്യത കിട്ടാത്ത സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ട് പിന്നീട് അപമാനിക്കപ്പെട്ടു എന്ന് കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പം അർഹതയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്, പോകാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞെങ്കിലും തൻ്റെ പിതാവിനെ ഈ പരാജയത്തിൽ നിന്ന്, ഈ പതനത്തിൽ നിന്ന് സാധിക്കുമെങ്കിലൊന്ന് മുക്തമാക്കാമെന്നും, ഇനി അതല്ല തൻ്റെ പിതാവ് അഹംഭാവത്തിലേക്കാണ് മഹാദേവനെ ആ നിന്ദിക്കുന്ന ഭാവം തുടരുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള ശിക്ഷ കൊടുക്കുകയും വേണം എന്നാരും കൂടെ തീരുമാനിച്ചു. ഇവിടെ ഭഗവതി തീരുമാനിച്ചു. ഇവിടെ എന്താ അങ്ങനെ തീരുമാനിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇവിടെ ദാക്ഷായണിയായി വന്ന് ചേരുന്നതിന് മുമ്പ് ദക്ഷൻ ആ മഹാമായെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, മകളായി പിറക്കണമെന്ന്. ആ സമയത്ത് തന്നെ ഭഗവതി പറഞ്ഞിരുന്നു, മകളായി പിറക്കാം, പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ താൻ അപമാനിതയായി തീർന്നാൽ ആ നിമിഷം താൻ ആ ശരീരത്തെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ദക്ഷൻ്റെ യാഗസ്ഥലത്തേക്ക് പോയാലും പോയില്ലേലും യഥാർത്ഥത്തിൽ ആര് അപമാനിതയായി കഴിഞ്ഞു? സതീദേവി അപമാനിതയായി കഴിഞ്ഞു. കാരണം സ്വന്തം പിതാവിൻ്റെ വീട്ടിൽ ഏറ്റവും മംഗളകരമായ ഒരു കർമ്മം നടക്കുമ്പോൾ അവിടേക്കൊരു മകളെ ക്ഷണിച്ചില്ല എന്നുണ്ടെങ്കിൽ ലോകര മുന്നിൽ ആ മകൾ അപമാനിക്കപ്പെടുകയില്ലേ? പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? ലോകര മുമ്പിൽ ഇപ്പം നമ്മുടെ വീട്ടിലൊരു വലിയ ചടങ്ങ് നടക്കുന്നു, വളരെ ശ്രേഷ്ഠമായ ചടങ്ങ് നടക്കുന്നു. നമ്മൾ ആ വീട്ടിലേക്ക് പോകാൻ നമ്മുടെ സാന്നിധ്യം അവിടെ ഇല്ല. അവിടെ എത്തുന്നവർ മുഴുവൻ അറിയും നമ്മുടെ സാന്നിധ്യം അവിടെ ഇല്ല. അപ്പോൾ അവർ തന്നെ തിരിച്ചറിയില്ലേ, ഓ ഇവിടെ വിളിക്കാൻ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് വിളിച്ചിട്ടില്ല, അല്ലേ? പുറത്ത് എവിടെയെങ്കിലും വെച്ച് നമ്മളെ കണ്ടാൽ പുറമേ ഉള്ളവരും തിരിച്ചറിയും. അങ്ങനെ ഒരു അപമാനഭാവം ഇവിടെ എത്തി, ഇവിടെ സതിയുടെ മുന്നിൽ എത്തപ്പെട്ടു. ഇനി അതുകൊണ്ട് തന്നെ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു എങ്കിലും അവിടെ തക്കതായ ശിക്ഷ ആരിലേക്ക് വന്നു ചേരണം? ദക്ഷനിലേക്കും വന്നു ചേരണം. കാരണം അജ്ഞാനം ആരിൽ വന്നാലും അഹങ്കാരം ആരിൽ വന്നാലും അവർക്കതിൻ്റെ ശിക്ഷ എന്ത് ചെയ്യണം? ലഭിക്കുക തന്നെ വേണം. ആ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മഫലം താൻ തന്നെ അനുഭവിച്ചിടും. അതിനി ആര് ചെയ്താലും അതിൻ്റെ കർമ്മഫലം അനുഭവിക്കുക. ദേവന്മാർക്ക് പോലും അതിൽ നിന്ന് മോചനം ഇല്ല. ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ദേവന്മാർക്ക് പോലും മോചനമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, നമ്മൾ ചെയ്ത കർമ്മഫലം മാറ്റാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, മനസ്സിലായില്ലേ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും, രണ്ടല്ലെങ്കിൽ നമ്മളെ മുതലെടുക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. നമ്മൾ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു, പൂജാതി വിധികളൊന്നും വഴിപാടുകളൊന്നും കർമ്മഫലത്തെ ഇല്ലാതാക്കാനാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് പൂജ നടത്തിയാൽ മതി. ഏത് തെറ്റും ചെയ്തിട്ട് അതെല്ലാം കഴിഞ്ഞ് വന്ന് പൂജ നടത്തിയാൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് തെറ്റുകൾ ചെയ്താൽ പൂജ നടത്തിയത് കൊണ്ടൊരു ഫലം ഉണ്ടാവില്ല. ആ തെറ്റുകൾ ചെയ്യുന്നതനുസരിച്ച് കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യണം. പിന്നെയോ എന്തിനാണ് പൂജാതി വിധികളൊക്കെ നടത്തുന്നത് ചോദിച്ചാൽ നമ്മൾ സുതാര്യമായി തന്നെ മനസ്സിലാക്കുക, ശരിയായ നിലയിൽ തന്നെ മനസ്സിലാക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ അഥവാ മുമ്പ് അജ്ഞാനം കൊണ്ട് പല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ശക്തിയും
മനസ്സിലാവുന്നുണ്ടോ? അതിനുള്ള പ്രാപ്തിയും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വെള്ളത്തിൽ വീഴുന്നത് അപകടമാണ്, പക്ഷേ നീന്തലറിയാവുന്ന ഒരുത്തൻ വെള്ളത്തിൽ വീണാൽ അവനത് നീന്തി കയറും എന്ന് പറയുന്ന കണക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ കർമ്മഫലത്തെ കടക്കാൻ അവന് വലിയ പ്രയാസം ഉണ്ടാവില്ല. അതിനാണ് ഭഗവാനെ ആരാധിക്കുന്നത്. അല്ലാതെ തെറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടോ തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് കൈക്കൂലി കൊടുക്കാനോ അല്ല ആരാധനകളെന്ന് നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏറ്റവും പ്രധാനം എന്താ? നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധമാക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം. ഇവിടെ ദക്ഷനാകട്ടെ ഇതിൻ്റെ ശിക്ഷയിലേക്ക് എത്തണം. അവസാനം ശിവഭഗവാൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം അനുവദിച്ചു, ശരി നിനക്ക് പോകണമെങ്കിൽ നീ പോയിട്ട് വരിക, ഞാൻ എന്തായാലും അവിടേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഒരു തവണ മഹാദേവൻ ദക്ഷൻ്റെ സ്വഭാവം അറിഞ്ഞതാണ് അല്ലേ? ഒരു തവണ അറിഞ്ഞിട്ട് ഇനി വീണ്ടും പോയിട്ട് അറിയേണ്ട ആവശ്യമുണ്ടോ? ഒരാളുടെ സ്വഭാവം ഒരു തവണ അറിഞ്ഞാൽ, പ്രത്യേകിച്ചും ദുർജനങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു തവണ മനസ്സിലായില്ലേ, നമ്മൾ അവരോട് അറിയാതെ സഹകരിച്ച് നടക്കുമ്പോൾ ഒരു തവണ അവരിൽ നിന്നുള്ള ദുഃഖം നമ്മൾ അറിഞ്ഞാൽ പിന്നെയും നമ്മൾ അവരോടൊപ്പം കൂടി നടക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഉപേക്ഷിച്ചേക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റത്തവണ കൊണ്ട് ഉപേക്ഷിച്ചാൽ പിന്നെ അവരുമായിട്ടുള്ള ദുഃഖം ഉണ്ടാകാതിരിക്കും. ചിലർ പറയത്തില്ലേ, അവൻ്റെ കൂടെ കൂടി ഇടയ്ക്കിടയ്ക്ക് മൊത്തം അവൻ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവനെ ഉപേക്ഷിക്കാൻ സാധിക്കണം. ഇവിടെ സാധാരണഗതിയിൽ പറയും, ഈ പാമ്പിനോട് കൂടെ വേണമെങ്കിൽ സഹകരിക്കാം. പാമ്പ് കടിക്കണമെങ്കിൽ അതിനൊരു കട്ടമുണ്ട്. ആ കട്ടത്തിൽ മാത്രമേ എന്ത് കടിക്കുള്ളൂ? പാമ്പ് കടിക്കുള്ളൂ. അല്ല എല്ലായ്പ്പോഴും ഒന്നും പാമ്പ് കടിക്കില്ല. കടിക്കുമോ? പാമ്പ് കടിക്കണമെങ്കിൽ വിധിയുണ്ടെങ്കിൽ മാത്രമേ പാമ്പ് കടിക്കൂ. പക്ഷേ ദുർജനങ്ങൾ അങ്ങനല്ല. ഏത് സമയത്തും എന്തു ചെയ്യും? കിട്ടുന്ന അവസരത്തിൽ മുഴുവൻ ദുർജനങ്ങൾ നമ്മളെ കടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ദുർജന സംസർഗത്തിൽ ഏർപ്പെടാം. ഇവിടെയും ദക്ഷൻ ബ്രഹ്മാവിൻ്റെ പുത്രനാണെങ്കിലും ഭഗവാനെ നിന്ദിച്ചതോടുകൂടി ദക്ഷൻ ആരുടെ പട്ടികയിൽപ്പെട്ടു? ദുർജനത്തിൻ്റെ പട്ടികയിൽപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ദുർജനങ്ങൾ ഒരിക്കലും പിന്നെ നന്നാവുന്ന ലക്ഷണം ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടേക്ക് പോകേണ്ട കാര്യമില്ല. മഹാദേവൻ ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു. പക്ഷേ സതീദേവി തൻ്റെ ഭർത്താവിനോടുള്ള മമതയും, ഇവിടെ അങ്ങനെയൊരിതുണ്ട്, മമത ദുഃഖത്തിൻ്റെ കാരണമായി. മമതയുള്ളത് കൊണ്ടും പിന്നെയോ ദക്ഷനിലേക്കൊരു ശിക്ഷ വന്നു ചേരണമെന്നുള്ളത് കൊണ്ടും അവിടേക്ക് പോകാൻ തയ്യാറായി. ഇപ്പോൾ സതീദേവി അവിടേക്ക് പോകുന്നതിനെക്കുറിച്ച് പുരാണങ്ങളിൽ വർണ്ണിക്കുന്നത്, ഈ സതീദേവിയോടൊപ്പം ഭൂതഗണങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത് അവിടേക്ക്. പക്ഷേ ഇവിടെ പുരാണങ്ങളിൽ വർണ്ണിക്കുന്ന സമയത്ത് വ്യാസൻ അതിനെക്കുറിച്ച് പറയുന്നത് ഏകയായി പോയെന്നാണ്. ഇത്രയും ഭൂതഗണങ്ങളുണ്ടായിട്ടും ഏക എന്നൊരു ശബ്ദം അവിടെ ഉപയോഗിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആരോട് ചേർന്നിട്ടാണോ പോകേണ്ടത് അവനില്ലാതെ പോയി. മനസ്സിലായില്ലേ? ജീവപരമാത്മഭാവത്തിൽ ഐക്യപ്പെട്ടു പോകേണ്ടതാണ്. അവിടെ എന്ത് ചെയ്തു? ആ ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏകയായി പോയി എന്നുള്ള ഭാവത്തിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്രകാരം അവിടെ ദക്ഷൻ്റെ യാഗസ്ഥലത്ത് ചെന്നു. യാഗസ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് തന്നെ ദക്ഷൻ തനിക്ക് വെറുക്കപ്പെട്ട വ്യക്തിയായിട്ടാണ് സതിയെ കാണുന്നത്. അവിടെ വെച്ച് അപമാനിച്ചു. നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരാനെന്ന് ചോദിച്ചു. നീ മാത്രമാണോ, നിൻ്റെ അമംഗളൻ എവിടെയെന്നൊക്കെ ചോദിച്ചു പരിഹസിച്ചു. ഇത് കണ്ട് സഹോദരിമാർ പോലും കൈകൊട്ടി ചിരിക്കുന്ന അവസ്ഥ വന്നു. സതീദേവിയാകട്ടെ ഈ അപമാന ഭാരം പേറിക്കൊണ്ട് അവിടെ ഈ യാഗമെല്ലാം തന്നെ നിഷ്ഫലമായി പോകും, ഈ അഹങ്കാരത്തിന് തക്കതായ ശിക്ഷ അങ്ങേക്ക് ലഭിക്കും എന്ന് പറഞ്ഞതിന് ശേഷം തൻ്റെ ശരീരത്തെ സ്വയം അഗ്നിയെ ജ്വലിപ്പിച്ച് അതിലേക്ക് ആ ശരീരത്തെ ഉപേക്ഷിച്ചു. അങ്ങനെ സതീദേവി ജീവത്യാഗം ചെയ്ത വൃത്താന്തം അറിഞ്ഞ് ശിവഭൂതഗണങ്ങളും നാരദ മഹർഷിയും കൃത്യമായിട്ട് ആരുടെ അടുത്ത് ഈ വൃത്താന്തം അറിയിച്ചു? ശിവനോട് ഈ വൃത്താന്തം അറിയിച്ചു. ശിവഭഗവാൻ അതിക്രോധനായി മാറി താണ്ഡവ നൃത്തമാടി തൻ്റെ ജടയൊക്കെ അഴിച്ച് അതിങ്ങനെ ഭൂമിയിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് ആ തിരുതാണ്ഡവമാടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജടയിൽ നിന്ന് ഉഗ്ര സ്വരൂപത്തോടുകൂടി വീരഭദ്രൻ എന്ന മൂർത്തി പ്രത്യക്ഷപ്പെട്ടു. ആ വീരഭദ്രനോടൊപ്പം ദേവിയുടെ താമസ സ്വരൂപിണി എന്ന ഭാവത്തിൽ സാക്ഷാൽ കാളിയും പ്രത്യക്ഷപ്പെട്ടു. ഇവർക്കുള്ള ആയുധങ്ങളൊക്കെ ഭഗവാൻ കൊടുത്തു. വീരഭദ്രൻ ത്രിശൂലവും ദേവി വലിയൊരു കൊടുവാള് പോലെയുള്ള ഒരു ആയുധവും ദേവിയുടെ കയ്യിൽ കൊടുത്തു. ഇവർ രണ്ടുപേരും ഈ ആയുധമൊക്കെ ഏന്തിക്കൊണ്ട് നേരെ എവിടേക്ക് പോയി? ശിവഭൂതഗണങ്ങളുമായി ദക്ഷൻ്റെ യാഗസ്ഥലത്തേക്ക് ചെന്നു. ദക്ഷനുമായി അതിഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടു. ആ ഘോരമായ യുദ്ധത്തിൻ്റെ ഒടുവിൽ ദക്ഷൻ്റെ ശിരസ് പിരിച്ചെടുത്ത് അഗ്നിയിലേക്ക് ഹോമിച്ചു. ഇവിടെ ദക്ഷൻ്റെ ശിരസ് പിരിച്ചെടുത്ത് അഗ്നി ഹോമിച്ചത് എന്താ? അഗ്നിക്കൊരു പ്രത്യേക പവറുണ്ട്. എന്തിനേയും ശുദ്ധീകരിക്കാനുള്ള പവർ അഗ്നിക്ക് ഉണ്ട്. ഇവിടെ അഗ്നിയിലേക്കാണ് ആ ശിരസിനെ വർഷിച്ചത്. അപ്പോൾ അഗ്നിയിലേക്ക്, കാരണം ഇത് ശിരസ് അഗ്നിയിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അജ്ഞാനം കൊണ്ട് അശുദ്ധമായതാണ് ആരുടെ ശിരസ്?
ദക്ഷൻ്റെ. അതുകൊണ്ട് അതിനെ അഗ്നിയിലേക്ക് കൊടുത്തു. അങ്ങനെ ശിരസ്സറ്റ് ദക്ഷൻ വീണു. യാഗത്തിൻ്റെ ഉടമസ്ഥനായ ദക്ഷൻ മരിച്ചതോടുകൂടി ആ യാഗം മുടങ്ങുന്ന ഘട്ടമെത്തി. ഇവിടെ ഈ സമയത്ത് മറ്റ് ദേവന്മാരൊക്കെ ശിവൻ്റെ ഈ താണ്ഡവത്തിൽ നിന്ന് അദ്ദേഹത്തെ ശാന്തമാക്കാൻ വേണ്ടി അവർ ദേവനെ പ്രാർത്ഥിക്കുകയും ദേവനെ സ്തുതിക്കുകയൊക്കെ ചെയ്തു. ഒടുവിൽ തൻ്റെ താണ്ഡവത്തിൽ നിന്നൊക്കെ അടങ്ങിയ മഹാദേവനാകട്ടെ ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം യാഗം എന്നത് ലോകമംഗളത്തിന് വേണ്ടിയുള്ളതാണ്, അതുകൊണ്ടത് മുടങ്ങാൻ പാടില്ല എന്നും കേവലം ദക്ഷനെ ആശ്രയിച്ചു മാത്രമല്ല ഈ യാഗത്തിൻ്റെ പുണ്യം നിലനിൽക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ട് അവസാനം എന്തു പറഞ്ഞു? ഒരു മൃഗത്തിൻ്റെ ശിരസ്, ഒരു ശിരസ് കൊണ്ട് ഒരാട്ടിൻ്റെ ശിരസ് വെച്ച് ദക്ഷനെ പുനർജീവിപ്പിക്കാൻ ബ്രഹ്മാവിന് അനുവാദം കൊടുത്തു. ഇവിടെ എന്തുകൊണ്ടാണ് ഒരു മൃഗശിരസ് വെച്ച് ദക്ഷനെ പുനർജീവിപ്പിച്ചു എന്ന് വെച്ചാൽ ദക്ഷൻ്റെ അടുത്ത ജന്മം എന്നുള്ള ഘട്ടത്തിലാണത് പറയുന്നത്. അങ്ങനെ ജീവിപ്പിച്ച് എന്തിനാണ്? ഈ യാഗം പൂർത്തീകരിക്കണമെങ്കിൽ ദക്ഷൻ പുനർജനിക്കണം. ആ ദക്ഷനെ ജീവിപ്പിച്ചു. ഇവിടെ എന്തുകൊണ്ടാണ് മൃഗത്തിൻ്റെ ശിരസ് കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ കാരണം, ഇവിടെ ദക്ഷൻ യഥാർത്ഥത്തിൽ മഹാദേവനെ നിന്ദിക്കുന്നതോടുകൂടി വിവേകബോധമില്ലാത്തവനായി മാറിയില്ലേ? വിവേകബോധമുണ്ടായിരുന്നു എങ്കിൽ അജ്ഞാനത്തിന് അടിമപ്പെടുവോ? വിവേകബോധം എന്തിനാണ്? അജ്ഞാനത്തെ ഇല്ലാതാക്കാനാണ് വിവേകബോധം. അപ്പോൾ വിവേകബോധം നഷ്ടപ്പെട്ടവനായപ്പോൾ മൃഗസമാനമായ ബുദ്ധിയിലേക്ക് ആര് തരം താണു? ദക്ഷൻ തരം താണു. മനസ്സിലായില്ലേ? മൃഗസമാനമായ പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടവന് പിന്നെ വിവേകബോധത്തോടു കൂടിയ ശിരസ് ആവശ്യമുണ്ടോ? പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായില്ലേ? മൃഗസമാനമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ആ ജീവിക്കുന്നെങ്കിൽ നമ്മുടെ ശിരസിൻ്റെ സ്ഥാനത്ത് യഥാർത്ഥത്തിൽ മൃഗത്തിൻ്റെ ശിരസ് ഇരിക്കുന്നതിൻ്റെ യോഗ്യതയേ ഉള്ളൂ. മനുഷ്യൻ്റെ ശിരസായിട്ട് രൂപം മാത്രമേ കാണൂ ചില ആൾക്കാർക്കില്ലേ. ജീവിക്കുന്നത് എങ്ങനെയുള്ള ശിരസും കൊണ്ടാണ്? മൃഗതുല്യമായ ശിരസും കൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം അവരൊരിക്കലും അവരുടെ ബുദ്ധിയെ ഉണർത്തി ശ്രേഷ്ഠമായ ചിന്തകളിലേക്ക് പോകാറില്ല. ഇവിടെ നമ്മളും ജീവിതത്തിൽ ഒരിക്കലും എങ്ങനെയുള്ള ശിരസിന് വിധേയരായി മാറരുത്. മൃഗത്തിൻ്റെ ശിരസോടുകൂടി ജീവിക്കുന്നവരായി മാറരുത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ ഈ ഇരിക്കുന്ന രൂപം മാറി മൃഗത്തിൻ്റെ തല വന്ന് ചേരുമെന്നല്ല. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ ആ തലത്തിലേക്ക് തരം താഴ്ന്ന് പോകാതിരിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? എന്താണോ ജീവിതത്തിൽ അറിയേണ്ടത്, എന്തിനെയാണോ നമ്മൾ ആചരിക്കേണ്ടത്, എന്തിനെയാണോ ബഹുമാനിക്കേണ്ടത്, മനസ്സിലാവുന്നുണ്ടോ? ഏത് സത്യത്തെ അറിയുമ്പോഴാണോ നമ്മുടെ ശിരസ് വിവേകബോധം കൊണ്ട് ഉന്നതമാകുന്നത്, അതിനു വേണ്ടി പരിശ്രമിക്കാനാണ് നമുക്ക് ഈ ശിരസിനെ ആര് തന്നിട്ടുള്ളത്? ഈശ്വരൻ തന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? അമ്മയുടെ ഉദരത്തിൽ ജന്മമെടുക്കുമ്പോൾ ആദ്യമുണ്ടാകുന്ന അവയവം ഏതാ? ആദ്യം ഉണ്ടാകുന്ന അവയവം ഏതാ? അമ്മയുടെ ഉദരത്തിൽ ജന്മം എടുത്തപ്പോൾ ആദ്യമേ ഈ രൂപത്തിലാണോ ജന്മം എടുത്തേ? ആണോ? നമ്മുടെ ജന്മത്തെക്കുറിച്ച് പോലും അറിയില്ലേ? വന്ന വഴി മറക്കരുത്. ഒന്ന് തിരിച്ചു പോയി ചിന്തിച്ച് നോക്കുക. അമ്മയുടെ ഉദരത്തിൽ ജന്മം എടുക്കുമ്പോൾ ഇവിടെ ഭാഗവതത്തിൽ പോയാൽ കപിലൻ തൻ്റെ അമ്മയോട് ഉപദേശിക്കുന്നൊരു ഭാഗമുണ്ട്. ഭാഗവതത്തിൽ വളരെ കൃത്യമായി സൃഷ്ടിയുടെ തത്വത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. അവിടെ പറയും, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പുംബീജം അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ 1.5 ദിവസത്തോളം രക്തശോണിതമായ അവസ്ഥയിൽ, അതിനോടൊപ്പം ശോണിതമായ അവസ്ഥയിൽ ആ രക്തത്തിൽ ശയിക്കുകയും അതിൽ നിന്ന് ഉചിതമായ അണ്ഡവുമായി ചേർന്ന് ഒരു മാംസാകൃതി മാത്രമായി രൂപപ്പെടും. മനസ്സിലായില്ലേ? ഒരു ചെറിയ മുട്ടയുടെ രൂപത്തിലാണ് ആദ്യം ഉണ്ടാകുന്നത്. ആ അണ്ഡജമായി രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു വർത്തുളമായ ഒരു മാംസാകൃതിയായിട്ട് അതിങ്ങനെ പതുക്കെ വികസിച്ച് വരും. ഏതാണ്ട് 1.25 മാസം വരെ അതിൻ്റെ രൂപത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവുകയില്ല. ഒരു 1.25 മാസം കഴിയുമ്പോഴാണ് ആദ്യത്തെ അവയവം രൂപപ്പെടുന്നത്. ആദ്യത്തെ അവയവം ശിരസാണ്. ഉത്തമാംഗം ശിരസ് എന്ന് ധരിക്കണം. മനസ്സിലായില്ലേ? ഈ ജന്മത്തെ മുഴുവൻ ശ്രേഷ്ഠമാക്കാൻ ആദ്യമായി നമുക്ക് തന്ന അവയവം കൊണ്ട് തന്നെ നമ്മൾ ബോധ്യപ്പെടണം. അതാണ് ബുദ്ധിയുടെ കേന്ദ്രമായി ജീവിതത്തിൽ കർമ്മവാസനകളെല്ലാം അവസാനിപ്പിച്ച് എല്ലാ പ്രാരാബ്ധങ്ങളെ അവസാനിപ്പിക്കണമെങ്കിൽ ആദ്യം ലഭിച്ച അവയവം വീണ്ടും വണ്ണം ഉപയോഗിക്കണം. ഇവിടെ ദക്ഷൻ അതിന് ഉപയോഗിച്ചില്ല. ഉപയോഗിക്കേണ്ടതിൽ നിന്ന് തരം താഴ്ന്ന് പോയി. പിന്നീടാണ് കൈകാലുകളൊക്കെ രൂപപ്പെടുന്നത്. ഇനി ജന്മസമയത്ത് ആദ്യം പുറത്തേക്ക് വരുന്ന അവയവം ഏതാ? ശിരസ്സാണ്.
മനസ്സിലായില്ലേ? ഭഗവാൻ നമ്മളെ ഭൂമിയിലേക്ക് വിടുന്ന തല തിരിച്ചിട്ടാണ്. തലകിഴക്കാൻ പാടാ. തല തിരിഞ്ഞവന്മാരായിട്ടാണ് നമ്മളൊക്കെ ജനിച്ചത്. എന്തിനാ? തല നേരെയുള്ളവരായിട്ട് തിരിച്ചു പോകണം. മനസ്സിലായില്ലേ? ആദ്യം പുറത്തോട്ട് വന്നത് നേരെയാക്കി ഈ ബ്രഹ്മചൈതന്യത്തെ അറിയുന്ന ആദ്യത്തെ അവയവം ശിരസാണ്. അതിനെ നേരെയാക്കി തിരികെ പോകുവാൻ ആ ശിരസിനെ നമ്മൾ വേണ്ടുമെന്ന ഉന്നതമായ ചിന്തകൾ കൊണ്ട് ശുദ്ധീകരിച്ചൊരിക്കലും അധപ്പതിക്കാതെ നിർത്തണം. ഇവിടെ ഉന്നതമായ ചിന്തകൾക്ക് പരം നിന്ദ്യമായ ചിന്ത വന്നപ്പോൾ ബ്രഹ്മപുത്രനായ ദക്ഷന് പോലും മൃഗസമാനനായി ജീവിക്കേണ്ട ദുര്യോഗം വന്നു. അപ്പം നമ്മളൊക്കെ നിന്ദ്യമായ ചിന്തകൾക്ക് വിധേയരായാൽ ഏതവസ്ഥയ്ക്ക് പോകേണ്ടി വരും? ഇതിനാണ് ദക്ഷൻ്റെ കഥ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഈ കഥ കേട്ട് ആ കഥയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയുള്ള ചിന്തകളെ സ്വീകരിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമ്മൾ ഈ ഭാഗവതം കേൾക്കുന്നത് കൊണ്ടുള്ള ഗുണം ഉണ്ടാവൂ. മനസ്സിലായില്ലേ? അങ്ങനെ കേൾക്കുന്നത് കൊണ്ടുള്ള ഗുണം നമുക്ക് വന്നു ചേരുന്നത് അങ്ങനെയാണ്. ഇനി ഇവിടെ ആ ഭഗവാനാകട്ടെ അത് കഴിഞ്ഞിട്ട് ശാന്ത സ്വഭാവത്തിലേക്ക് പോവുകയും പിന്നീട് തന്നിൽ നിന്ന് വേറിട്ട ആ പരാശക്തി സ്വരൂപിണിയായ മൂലപ്രകൃതിയായ ഭഗവതിയെ തന്നെ സ്മരിച്ചുകൊണ്ട് വളരെ സമാധിഭാവത്തിലുള്ള യോഗനിഷ്ഠയിലേക്ക് പോയി. ഇവിടെ സമാധി എന്ന വാക്ക് ഇപ്പോൾ വിവാദമാണല്ലേ. ഇവിടെ സമാധി എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ശിവൻ കേട്ടോ. അതുകൊണ്ടാണ് ഈ സമാധി എന്ന വാക്കിൻ്റെ നാഥനായ ഭഗവാനെ യോഗീശ്വരൻ എന്നും കൂടി വിളിക്കുന്ന ദേവനാരാ? ശിവനാണ്. യോഗേശ്വരൻ എന്ന് വിളിക്കുന്ന ആളാരാ? യോഗേശ്വരൻ. യോഗേശ്വരൻ എന്ന് വിളിക്കുന്ന ശ്രീകൃഷ്ണനാണ്. മനസ്സിലായില്ലേ? യോഗേശ്വരൻ. എത്ര യോഗേശ്വര കൃഷ്ണോ തത്ര പാർത്ഥോ ധനുധര തത്ര ശ്രീർ വിജയോ ഭൂതിർ ധ്രുവ നീതിർ മധർമ്മമ എന്ന് വ്യാസം കൃത്യമായി പറഞ്ഞിട്ടാണ് ഭഗവത്ഗീത കൊണ്ട് ഉപസംഹരിക്കുന്നത്. മനസ്സിലായില്ലേ? എല്ലാത്തിനെയും കൂട്ടിച്ചേർക്കുന്നവൻ കൃഷ്ണനാണെങ്കിൽ കൂടിച്ചേർന്ന് എല്ലാത്തിൻ്റെ അധിപനായിരിക്കുന്നവൻ ശിവനാണ്. ഇപ്പോൾ യോഗീശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ അധിപനായിരിക്കുന്ന ശിവനെയാണ്. ശിവൻ വിവിധ പേരുകളിൽ വിവിധ ഭാവങ്ങളിൽ ഇപ്പോണ്ടില്ലേ. മാടൻ എന്ന സങ്കല്പത്തിലുള്ളത് ശിവനാണ്. മഹാനായ നടനെ മാടൻ എന്ന് വിളിക്കും. അങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ ഭാവസ്വരൂപങ്ങളെ നമ്മൾ അറിയേണ്ടത്. ശിവനാകട്ടെ സമാധി അവസ്ഥയിൽ, സമാധി എന്ന് പറഞ്ഞാൽ എന്താ? ജീവപരമാത്മ ഐക്യബോധത്തോടു കൂടി പലതരത്തിലുള്ള സമാധികളുണ്ട്. നിർവികൽപ്പ സമാധിയുണ്ട്, ജീവസമാധിയുണ്ട്, അതുപോലെ ജീവൻ മുക്ത സമാധിയുണ്ട്. മനസ്സിലായില്ലേ? ഒരുവൻ ഭൗതികമായ ബോധത്തിൽ നിന്ന് അവൻ്റെ ബോധതലത്തെ ഉയർത്തി പരമാത്മ ബോധതലത്തിലേക്ക് ചേരുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത്. മരിക്കുന്നതിനല്ല സമാധി. മനസ്സിലായില്ലേ? ആ അവസ്ഥയെ പ്രാപിക്കുന്നതാണ് സമാധി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മരണത്തോടുകൂടി സമാധിയായി ആ ഭാവത്തിലിരുന്നു കൊണ്ടും ജീവനെ യോഗിമാർ വേർപെടുന്നത്. അപ്പോൾ പലതരത്തിലുള്ള സമാധിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മഹാക്ഷേത്രങ്ങളെ എടുത്തു കഴിഞ്ഞാൽ മഹാക്ഷേത്രങ്ങളൊക്കെ ഒരു കാലത്തെ സമാധി സ്ഥലങ്ങളാണ്. മനസ്സിലായില്ലേ? നമ്മളെടുത്ത് ചിന്തിച്ച് കഴിഞ്ഞാൽ വലിയ വലിയ മഹാക്ഷേത്രങ്ങൾ, ഇപ്പോൾ പളനി എടുത്തു കഴിഞ്ഞാൽ ഭോഗരുടെ സമാധി സ്ഥലമാണ് പളനി. അങ്ങനെ തുടങ്ങിയിട്ടുള്ള അനവധി പേരുടെ സമാധി കേന്ദ്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും അടുത്ത് നമ്മൾ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി എന്ന് വിളിക്കുന്ന ഓച്ചറ, അവിടെ ശിവയോഗിമാരുടെ സമാധി സ്ഥാനമാണ്. സമാധി എന്ന് പറഞ്ഞാൽ ഭഗവാനെ നേടിയെടുത്ത പരമഭക്തന്മാരുടെ ചൈതന്യം എന്നും പ്രസരിക്കുന്ന സ്ഥലമാണ്. ശബരിമല സമാധി സ്ഥലമാണ്. അയ്യപ്പൻ്റെ ജീവസമാധി കുടികൊള്ളുന്ന സ്ഥലം കൂടിയ ശബരിമല. അതുകൊണ്ടാണ് അവിടെ തിരുവാഭരണം എത്തിക്കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ രൂപം കളം വരച്ച് പൂജ നടക്കുന്നൊരു സ്ഥലമുണ്ട്. അറിയോ എവിടെയാന്ന്? അയ്യപ്പൻ്റെ തിരുവാഭരണം ഇറക്കി വെച്ച് പൂജിക്കുന്നൊരു ധന്യമായ സ്ഥലം ശബരിമലയിലുണ്ട്. സാധാരണ നമ്മൾ പോയി കഴിഞ്ഞാൽ വലിയ പകിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും അത് അറിയാതെ തിരിച്ചു പോകുന്നവരാണ് കൂടുതലും. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ആചാരങ്ങളുടെ ഓരോന്നിനെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കാതൊക്കെ പോകുന്നതുകൊണ്ടാണ്. മണിമണ്ഡപം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ. മാളികപ്പുറത്ത് അമ്മയുടെ സ്ഥാനത്തിന് തൊട്ട് പുറകിലായിട്ട് ഈ തടി കൊണ്ടുള്ള എഴി കൊണ്ടടിച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ആകെ ഒരു നിലവിളക്ക് മാത്രം എപ്പോഴും കത്തിച്ച്, ഇതാണൊക്കെ വിളക്ക് അവിടെ എപ്പോഴും കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. അതാണ് അയ്യപ്പൻ്റെ സമാധി, ജീവസമാധി എന്ന സ്ഥലമാണ്. മനസ്സിലായില്ലേ? ആ അയ്യപ്പൻ ശാസ്താവിൽ ലയിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കാതെ ജീവസ്വരൂപമായി തന്നെ കുടികൊള്ളുന്നു എന്നാണ് അവിടുത്തെ സങ്കല്പം. അവിടെ അയ്യപ്പൻ്റെ മാതൃസ്ഥാനീയമായ മാളികപ്പുറത്തമ്മയുടെ സ്ഥാനത്തിനോട് ചേർന്നിട്ടാണത്.
ഇവിടെ നമ്മൾ പറഞ്ഞ് മാളികപ്പുറത്തമ്മ അയ്യപ്പനെ കല്യാണം കഴിക്കാനിരിക്കുന്ന പെണ്ണാക്കി മാറ്റി. മനസ്സിലായില്ലേ? ഇങ്ങനെ പലതും പറഞ്ഞും കേട്ടുമൊക്കെ നമ്മൾ ഈ മുഹൂർത്തം 3 തവണ പകർത്തി എഴുതിയാൽ മൂത്രമായി മാറും എന്ന് പറയുന്നത് പോലെ പകർത്തി പുതിയ കഥകളൊക്കെ കേട്ട് നമ്മൾ യഥാർത്ഥത്തിലുള്ള ചിന്തകളിൽ നിന്നൊക്കെ വിട്ടിട്ടിങ്ങനെ പോയി അല്ലേ? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ഭഗവാന്റെ ഒരു എഴുന്നള്ളത്തുണ്ട്. ആ എഴുന്നള്ളത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ വാദ്യമേളങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് വിലക്കുണ്ട്. ശരംകുത്തിയിലേക്ക് പോയി ആ പള്ളിവേട്ടയുടെ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അത് പിന്നീട് വ്യാഖ്യാനിച്ചെന്താ, സമാധി അവസ്ഥയായതുകൊണ്ടാണ് തിരിച്ചു വരുമ്പോൾ ശാന്തഭാവത്തിൽ വരുന്നത്. അത് പിന്നീട് പറഞ്ഞ് വ്യാഖ്യാനിച്ചെന്താക്കി, മാളികപ്പുറത്തമ്മേ കെട്ടാൻ പറ്റാത്ത ദുഃഖം കൊണ്ട് അയ്യപ്പൻ മിണ്ടാണ്ട് വരുന്നതാക്കി മാറ്റി. നമ്മൾ എന്തൊക്കെ കഷ്ടമാണെന്നറിയാവോ? ശരി, ഇതൊക്കെ നമ്മൾ കേൾക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ യജ്ഞങ്ങളൊക്കെ വെക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ? യജ്ഞശാലയിൽ പാർവതി പരിണയത്തിന് അന്നും യജ്ഞശാലയിൽ ഒരു തവണയെങ്കിലും വരാത്ത, മനസ്സിലായില്ലേ, ആ യജ്ഞത്തിൻ്റെ സവിധത്തിൽ താമസിക്കുന്ന ആൾക്ക് ഒരു തവണയെങ്കിലും വരാൻ സാധിച്ചില്ല എങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ഒരു മൂല്യച്യുതി വേറെയില്ല. ഒരു തവണയെങ്കിലും എത്തി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതിന് പരമപുണ്യമാണ്. മനസ്സിലായി? ഏറ്റവും കുറഞ്ഞത്. ഇപ്പോൾ സാധാരണഗതി എല്ലാവരും തിരഞ്ഞെടുക്കുന്ന സപ്താഹമാണെങ്കിൽ രുക്മിണി സ്വയംവരം പാർവതി പരിണയമാണെങ്കിൽ അല്ലേ, നവാഹമാണെങ്കിൽ പാർവതി പരിണയം എന്നൊക്കെ ഇങ്ങോട്ട് തിരഞ്ഞെടുക്കും. പക്ഷേ എന്ത് ചെയ്യാനാ, ഇവിടെ വന്ന് പൂജാതി ചടങ്ങുകൾ കഴിഞ്ഞാൽ വന്ന കണക്ക് നേരെ ഒരു തിരിച്ചു പോകും. അവരോട് ചോദിക്കുകയാണ് എന്താ പാർവതി പരിണയമെന്ന് ചോദിച്ചാൽ പറയും അടപ്രഥമം കൂട്ടിയുള്ള സദ്യയാണെന്ന് പറയും. നമ്മളെവിടെയാണ്, എന്തിനാണ് യഥാർത്ഥത്തിൽ വയറ് നിറയാനാണെങ്കിൽ മാത്രമാണ് നമ്മുടെ യജ്ഞം നടത്തുന്നതെങ്കിൽ വയറ് നിറയാൻ വേണ്ടിയിട്ടാണോ? നമ്മൾ നാട്ടിൻപുറത്തെ കല്യാണത്തിനൊക്കെ പോകുന്നത് കഴിയുമ്പോൾ വയറും കൂടെ നിറയാനാണ്. അവിടെ കല്യാണ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും അവിടെ ഇല്ല. പക്ഷേ യജ്ഞത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നിറയേണ്ടത് എന്താ? അറിവ് കൊണ്ട് നിറയണം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണപ്രദമായി മാറുന്നത്. ഭക്ഷണം കേവലം ഒരു നേരത്തെ വിശപ്പകറ്റുമെങ്കിൽ അറിവ് ജീവിതകാലം മുഴുവനുള്ള നമ്മുടെ പല ദുഃഖത്തെയും അകറ്റും. വിശപ്പൊരു ദുഃഖമാണ്, ശരീരത്തിൻ്റെ ഒരു ചെറിയ ദുഃഖമാണ് വിശക്കുക എന്ന് പറയുന്നത്. പക്ഷേ ജീവിതത്തിൽ വന്നു ചേരുന്ന അനവധി ദുഃഖങ്ങളെ അകറ്റാൻ, താപത്രയങ്ങളെ ഇല്ലാതാക്കാൻ ഏതുകൊണ്ട് സാധിക്കും? ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ടും അതിനനുസരിച്ചുള്ള ബോധം കൊണ്ട് സാധിക്കും. പക്ഷേ എത്ര കണ്ട് നമ്മളൊക്കെ അതിന് ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ശരി, ഇവിടെ പറഞ്ഞു വന്നതിലേക്ക് തന്നെ വരാം. ശിവഭഗവാൻ അത്തരത്തിലുള്ള ധ്യാനനിഷ്ഠയിലേക്ക് മുഴുകിയ സമയത്ത് മറ്റൊരു അസുരൻ, താരകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായി ഭൂമിയിൽ. അദ്ദേഹത്തിൻ്റെ അനുജൻ ശൂര പത്മസേനൻ എന്ന് പറയുന്ന അനുജനുണ്ട്. ഇവർ രണ്ടുപേരും അതിക്രൂരന്മാരാണ്. ഈ താരകാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ഈ അസുരന്മാരെപ്പോഴും മോഹിക്കുന്നത് മരണമുണ്ടാകരുത് എന്നാണ്. എല്ലാ കാലത്തും ഞാൻ ഇതുപോലെ തന്നെ ഇരിക്കണം എന്നൊരു മോഹം ആർക്കുണ്ട്? അസുരന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അസുരന്മാർ മരണം ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കും. പക്ഷെ വരം കൊടുക്കുന്ന ദേവന്മാർ തിരുത്തും, അത് പറ്റില്ല. പിന്നെ മറ്റു ഉപാധികൾ തേടും. അപ്പം നോക്കിയപ്പോൾ താരകാസുരൻ്റെ ഉപാധി കണ്ടത് സാക്ഷാൽ മഹാദേവനാകട്ടെ പരിപൂർണമായും സതിയെ വെടിഞ്ഞോ ഉഗ്രമായ അവസ്ഥയിൽ ധ്യാനത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഭാര്യയില്ലാത്തത് കൊണ്ട് ശിവഭഗവാൻ ഒരു പുത്രൻ ഉണ്ടാകാനുള്ള സാധ്യത ഇനിയില്ല. കാരണം അത്ര കണ്ട് ഭഗവാന് സതീദേവിയോടുള്ള സ്നേഹമുള്ളത് കൊണ്ട് മറ്റാരെയും ഇനി ഭാര്യയായി ആര് സ്വീകരിക്കില്ല? ശിവൻ സ്വീകരിക്കില്ല. ആ കാരണം കൊണ്ട് താരകാസുരൻ വരം ചോദിച്ചത് എന്താണെന്നറിയോ? ശിവപുത്രൻ്റെ കൈകൊണ്ട് മാത്രമേ മരണമുണ്ടാവൂ. അപ്പോൾ ഈ വരം ചോദിച്ചു, ബ്രഹ്മാവ് വരവും കൊടുത്തു. ഇവിടെ ശിവൻ അങ്ങനെ ഒരു പുത്രൻ ഇനി ജനിക്കാൻ സാധ്യതയില്ല എന്നാരും മനസ്സിലാക്കിയത്? താരകാസുരൻ മനസ്സിലാക്കിയത്. അങ്ങനെ വരബലം നേടിയ താരകാസുരൻ ത്രിലോകങ്ങളെയും തൻ്റെ ആധിപത്യത്തിലാക്കി. അങ്ങനെ ദേവലോകമൊക്കെ പിടിച്ചെടുത്ത് അങ്ങനെ ദേവലോകത്തിൻ്റെയൊക്കെ അധിപനായി വാഴുന്ന സമയത്ത് ദേവന്മാരെല്ലാവരും കൂടെ ഓടി നേരെ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവ് പറഞ്ഞ് ഞാൻ വരം കൊടുത്തു പോയി, ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നേരെ വിഷ്ണുവിനെ കൂടി കാണാം. ശിവനോട് ചെന്നിപ്പോൾ ആലോചിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ശിവഭഗവാനാകട്ടെ പൂർണ്ണ ധ്യാനത്തിലാണ്, ആരോടും ഒന്നും മിണ്ടാതെ പൂർണ്ണമായും ഏകാന്ത ഭാവത്തിലാണ് ശിവനിപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് വിഷ്ണുദേവൻ്റെ അടുത്ത് ചെന്നു. വിഷ്ണു ഭഗവാൻ ഇതിന് മറുപടിയായി പറഞ്ഞത് ആലോചിച്ചിട്ട് പറഞ്ഞു, സാക്ഷാൽ ഭഗവതിയെ തന്നെ പ്രാർത്ഥിക്കുക. എല്ലാവരും കൂടി പ്രാർത്ഥിച്ചിട്ട് ആ ഭഗവതിയെ വീണ്ടും എന്തു ചെയ്യണം? ശിവനിലേക്ക് കൊണ്ടുവന്ന് അതിലൂടെ ശിവനൊരു പുത്രൻ ജനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം. ഒരു പുത്ര ലഭ്യതയിലേക്കുള്ള ചിന്തയിലേക്ക് ഭഗവാനെ എത്തിക്കണമെങ്കിൽ തീവ്ര വൈരാഗ്യഭാവത്തിൽ നിന്ന്, ഒരു രാഗവും ഇല്ലാത്ത അവസ്ഥയിലാണ് ആരിപ്പോൾ ഉള്ളത്? ശിവൻ ഉള്ളത്. അതുകൊണ്ട് ആ തീവ്ര വൈരാഗ്യഭാവത്തിൽ നിന്ന് ശിവനെ ഉണർത്തേണ്ടതുണ്ട്.
എന്ന് പറഞ്ഞു. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി ചേർന്ന് കൈലാസ ശൃംഗത്തിലെത്തി സാക്ഷാൽ ഭഗവതിയെ പ്രാർത്ഥിച്ചു. ആ അതിപരാശക്തിയായ ഭഗവതി പ്രത്യക്ഷപ്പെട്ടു. ഭഗവതി പറഞ്ഞു, ഞാൻ ഹിമവാൻ്റെ പുത്രിയായി ജനിച്ച് ഗൗരി എന്ന പേരിൽ, ഗിരിയുടെ പുത്രിയായതുകൊണ്ട് ഗൗരി എന്ന പേരിലും പർവ്വതത്തിൻ്റെ പുത്രിയായതുകൊണ്ട് പാർവതി എന്ന പേരിലും ഒരേ സമയത്ത് അറിയപ്പെടുന്നവളായി ഞാൻ ജനിച്ചു കൊള്ളാം. അങ്ങനെ ജനിക്കുന്ന ഞാൻ മഹാദേവൻ്റെ പത്നി സ്ഥാനത്തേക്ക് എത്തിക്കൊള്ളാം എന്നുകൂടി പരാശക്തിയായ ഭഗവതി പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ നേരെ ഹിമവാനോട് ചെന്ന് പറഞ്ഞു, സാക്ഷാൽ ഭഗവതിയെ തപസ് ചെയ്ത് ആ ഭഗവതിയുടെ പിതാവായി, കാരണം അവിടെ ഹിമാലയം മാറണമെങ്കിൽ, ഹിമവാൻ മാറണമെങ്കിൽ അതിനുള്ള മനോശുദ്ധി ആര് നേടണം? ഹിമവാൻ നേടണം. അങ്ങനെയുള്ള മനോശുദ്ധി നേടാൻ വേണ്ടി ഹിമവാനോട് അങ്ങനെ ഭഗവതിയെ ധ്യാനിക്കാൻ പറയും. അങ്ങനെ ഭഗവതിയെ തപസ് ചെയ്തു. അതിൻ്റെ പ്രകാരം അവിടെ ഹിമവാൻ്റെ പുത്രിയായിട്ട് ആര് ജനിച്ചു? പാർവതി ജനിച്ചു. അപ്രകാരം വളർന്ന് അതീവ ശ്രേഷ്ഠയായി വളർന്നു വരുന്ന സമയത്ത് നാരദ മഹർഷി ഹിമവാൻ്റെ കൊട്ടാരത്തിലെത്തി. ഹിമവാൻ്റെ കൊട്ടാരത്തിലെത്തുമ്പോൾ നാരദ മഹർഷിയോട് ഹിമവാൻ പറഞ്ഞു, തൻ്റെ കന്യകയായിട്ടുള്ള മകളുടെ ജാതകമൊന്ന് ഗണിക്കാൻ പറഞ്ഞു. ഇവിടെ നാരദനാകട്ടെ ജാതകവും ജ്യോതിഷത്തിൻ്റെയൊക്കെ ഉടമസ്ഥാവകാശമുള്ള ആളാണ്. ഈ സമയത്ത് ആ പാർവതിയുടെ ഹസ്തരേഖ മാത്രം നോക്കിക്കൊണ്ട് പറഞ്ഞു, മംഗളകരമായ ഒരു വരനെ ലഭിക്കും, പക്ഷേ അമംഗളരൂപിയും ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പം മംഗളകരമായ വരനുമായിരിക്കും, അമംഗളരൂപിയായിരിക്കും. എന്താ? വേഷവിധാനങ്ങൾ കൊണ്ട്, മനസ്സിലായില്ലേ, അമംഗളഭാവത്തിൽ നിൽക്കുന്ന ആളായിരിക്കും, പക്ഷേ ഗുണതത്വങ്ങൾ കൊണ്ടാരായിരിക്കും? സർവമംഗളരുമായിരിക്കും. ശിവൻ എന്ന വാക്ക് തന്നെ നമ്മൾ എടുത്താൽ മതി. ശിവൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? ശിവൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? മംഗളം എന്നാണ്, അല്ലേ? ശിവം ഭവത കല്യാണം ആയുരാരോഗ്യവർദ്ധനമൊക്കെ ചെല്ലാറില്ലേ? അപ്പോൾ സർവമംഗള സ്വരൂപനാണ് ശിവൻ. അപ്പം ഗുണങ്ങൾ കൊണ്ട് മംഗളനും ഭാഗ്യസ്വരൂപം കൊണ്ട് അമംഗളനുമായിരിക്കും. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ നമ്മളെ ഇത് പഠിപ്പിക്കുന്നത് എന്താ? ഭാഗ്യ തലം കൊണ്ടല്ല നമ്മൾ മംഗളരൂപത്തെ ആവേണ്ടത്. മനസ്സിലായില്ലേ? നമ്മളെങ്ങനെയാണ് മംഗളരാവേണ്ടത് ജീവിതത്തിൽ? ഭാഗ്യവസ്തുക്കളേക്കാൾ കൂടുതൽ ഗുണഫലങ്ങൾ കൊണ്ട് ആന്തരികമായി വേണം എന്താവേണ്ടത്? മംഗളസ്വരൂപമായി മാറേണ്ടത്. ഇപ്പം എങ്ങനെയാണ് ബാഹ്യമായി നല്ല വസ്ത്രമൊക്കെ ധരിച്ചു കിടക്കുക, ഉള്ളി മുഴുവൻ ചെകുത്താനും കുട്ടിച്ചാത്തനും ഒക്കെ ആയിരിക്കും ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? സ്വഭാവം കൊണ്ട് മുഴുവൻ മോശമായിരിക്കും, പുറമേ വസ്ത്രവിധാനം കൊണ്ട് കേമനുമായിട്ടായിരിക്കും, അല്ലേ നമ്മളൊക്കെ ചിന്തിക്കുന്നത്. നമ്മളൊരാളിനെ നല്ല ആളെന്ന് പറയുന്നത് എന്താ? വസ്ത്രം നോക്കിയിട്ട് മോടി കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ശിവൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? വസ്ത്രവിധാനങ്ങൾ കൊണ്ടല്ല ഒരാളിൻ്റെ മഹത്വത്തെ അറിയേണ്ടത്, അയാളിലെ ഗുണങ്ങളെ കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ബാഹ്യമായ രൂപങ്ങൾ കൊണ്ട് നമ്മൾ ആരെയും വിലയിരുത്താൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ബാഹ്യമായ വേഷവിധാനങ്ങൾ വേണ്ടെന്നല്ല പറഞ്ഞത്, കേവലം ബാഹ്യമായത് കൊണ്ട് മാത്രം നമ്മളൊരാളിനെ വിലയിരുത്താൻ പാടില്ല. ആന്തരികമായി അവരുടെ ഉള്ളിലുള്ള തത്വത്തെ കൂടെ. ഇതുകൊണ്ടാണ് ഈ ശിവനെ ആരാധിക്കുന്ന യോഗിമാരിൽ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, അവധൂതന്മാരെന്ന് പറയുന്ന വലിയൊരു വിഭാഗമുണ്ട് ശിവഭക്തന്മാർ. ഇവരിപ്പോഴും നടക്കുന്ന പ്രാകൃത ഭാവത്തിലാണ്. അവർക്ക് ഈ ഭാഗ്യമായി നമ്മളണക്ക് കോട്ടും ടൈയൊന്നും കെട്ടി നടക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവരിപ്പോഴും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വെറും പ്രാകൃതമായി നമ്മൾ തന്നെ ആലോചിക്കും, ഇവരെന്താ ഇങ്ങനെ നടക്കുന്നത്? അവരെങ്ങനെ ഒരു വേഷവിധാനമൊന്നും ശ്രദ്ധിക്കില്ല. കാരണം അവർ ആന്തരികമായ ശുദ്ധിത്വത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെയുള്ള നിരവധി ആൾക്കാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലേറ്റവും കൂടുതൽ ശിവഭക്തന്മാരെ അങ്ങനെ കാണാൻ സാധിക്കും. ഈ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അവധൂതന്മാരാണ്. ഭാഗ്യമായ രൂപത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിലപ്പം വെറുക്കപ്പെടുന്ന പ്രവൃത്തിയൊക്കെ അവർ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. ഓടയിലെ വെള്ളമൊക്കെ കോരിയിട്ട് ഭക്തജനങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർത്ഥമായി കൊടുക്കുന്ന ഓടൈ സ്വാമി എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ. ഈ അടുത്ത കാലത്തുമൊക്കെ അവരെക്കുറിച്ചുള്ള നിരവധി ചരിതങ്ങൾ അനുഭവസ്ഥരായ ഭക്തന്മാർ പറയാറുണ്ട്. പണ്ട് കന്യാകുമാരിയിൽ അവിടെ ഒരു മാതാ എന്ന് പറയുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മ ഇപ്പോഴും നമ്മൾ കന്യാകുമാരി വിവേകാനന്ദ പാറ അടുത്തേക്ക് പോയ അമ്മയുടെ ഒരു ക്ഷേത്രം അവിടെയുണ്ട്. അമ്മ സമാധിയായ സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ട്. ആ അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞ വസ്ത്രങ്ങളായിരിക്കും. കേരളത്തിലുണ്ടായിരുന്നു പണ്ട് തലശ്ശേരിയിൽ അറിയപ്പെടുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. മുഷിഞ്ഞ വസ്ത്രങ്ങളായിരിക്കും. ആരോടും ഒന്നും പ്രത്യേകിച്ച് മിണ്ടത്തെയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് തനിയെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. അവരേതെങ്കിലും ഒരു വീട്ടിൽ അവിചാരിതമായി ചെന്ന് കയറിയാൽ ആ വീടിന് സർവ്വ ഈശ്വര്യങ്ങളും വന്നു ചേരും. പക്ഷേ ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞാൽ അവിടെ ചെല്ലില്ല. ഈ കന്യാകുമാരിയിൽ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ റോഡിൽ കൂടെ പോകുന്ന ആരുടെയെങ്കിലും ചിലപ്പോൾ ദേഹത്തൊക്കെ ചെന്ന് അടി കൊടുക്കും. ആർക്കെങ്കിലും അടി കിട്ടിയാൽ അവന് ഭാഗ്യം, അത് അനുഗ്രഹമാണെന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായില്ലേ? അവരെങ്ങനെയാണ് അനുഗ്രഹിക്കുന്നതെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല.
അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. അവരേത് തരത്തിലാണെങ്കിലും അവരുടെ ഒരു കടാക്ഷം വന്നു ചേർന്നാൽ അതൊരു മഹാഭാഗ്യമാണ്. അങ്ങനെയുള്ള അനവധി അവധൂതന്മാരുണ്ട്. ഇപ്പം നമുക്കറിയാം, പ്രയാഗയിൽ കുംഭമേള നടക്കുമ്പോൾ അല്ലേ, 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയിലേക്ക് വരുന്ന മഹാരഥന്മാരായ സന്യാസിവര്യന്മാർ ഘോരമായ വിഷപ്പാമ്പിനെ പോലും കഴുത്തിലൊക്കെ എടുത്ത് അണിഞ്ഞ്, ശിവൻ്റെ കഴുത്തിൽ ഒരെണ്ണമൊക്കെ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ അവരുടെയൊക്കെ ചില വീഡിയോസും ഫോട്ടോസൊക്കെ വരെ നമ്മൾ പോലും ഞെട്ടിപ്പോവും. ഇന്നലെ നോക്കിയപ്പോൾ ഒരു സന്യാസിയുടെ കഴുത്തിൽ ഒരു 10-25 സർപ്പങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. കണ്ണുപോലും കാണാൻ വയ്യാത്ത കണക്കൊക്കെ എഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചൊക്കെ, നിർഭയത്വത്തോടു കൂടിയിട്ടാണ് അവരൊക്കെ വരുന്നത്. കാരണം അവരെന്താ, ദേഹബോധമൊന്നുമില്ല. ദേഹബോധമുള്ള നമുക്കാണ് പേടിയുള്ളത്. മനസ്സിലായില്ലേ? ഘോരമായ ഹിമാലയത്തിലെ കൊടും മഞ്ഞിൽ പോലും വസ്ത്രങ്ങളില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ. എത്ര കണ്ട് അവർ ശരീരത്തിൽ നിന്ന് മുക്തരായിട്ടാണ് ജീവിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെ ചെന്നാൽ ഊട്ടി വരെ പോയാൽ നമ്മൾ തണുത്ത് വിറച്ച് സ്വെറ്റർ ഇട്ട് പുതയ്ക്കും. മനസ്സിലായില്ലേ? ആ ഹിമാലയത്തിലെ വലിയ ഘോര മഞ്ഞ് കൊണ്ട് മൂടുന്ന ഗുഹകൾക്കുള്ളിലിരുന്നു കൊണ്ടാണ് അവരുടെ ജീവിതകാലം. അവർ ഈ ഇങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമേ പുറത്തേക്ക് ഇറങ്ങി വരാറുള്ളൂ. മഹാകഴിവുകളുള്ള താപസിമാരായ മഹാരഥന്മാർ അവർ പ്രയാഗയിലേക്ക് വന്ന നദിയിലേക്കൊന്ന് മുങ്ങുമ്പോൾ ആ മഹാരഥന്മാർ മുങ്ങിയ ആ തീർത്ഥത്തിൽ മുങ്ങുന്നത് മഹാപുണ്യമാണ്. അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ, കോടാനുകോടി ആൾക്കാർ അടുത്ത ശിവരാത്രി വരെ നീണ്ടു നിൽക്കുന്ന ആ മഹാകുംഭമേള അല്ലേ, കഴിഞ്ഞ മാസം 12-13 തീയതി തൊട്ട് ആരംഭിച്ച് ശിവരാത്രി നാൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കാലഘട്ടം നീണ്ടു നിൽക്കുന്ന ആ കുംഭമേളയിലേക്ക് വരുന്നത് മഹാരഥന്മാരുടെ ശരീരത്തിൻ്റെ ആ പവിത്രത കൊണ്ട് അതിലേക്കൊന്ന് മുങ്ങി നിവർന്നാൽ തന്നെ സർവകർമ്മഫലങ്ങളും അല്ലെങ്കിൽ വാസനകളെ ശുദ്ധീകരിക്കാൻ സാധിക്കുമെന്നുള്ള വലിയ ചിന്തകൾ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള മഹാരഥന്മാരൊന്നും വേഷവിധാനങ്ങൾ കൊണ്ടല്ല ആരാധിക്കപ്പെടുന്നവരാവുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ തപശക്തി കൊണ്ടാണ്. അപ്രകാരമാണ് സാക്ഷാൽ മഹാദേവൻ്റെയും ഭാവം. അവിടെ ഭഗവതിയുടെ കൈകൾ നോക്കിയിട്ട് പറഞ്ഞു, അമംഗളരൂപനാണെങ്കിലും അവിടെ മംഗളസ്വരൂപനായ ആളിനെ വരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ സാക്ഷാൽ ശിവനെയാണെന്ന് നാരദർ ഉണർത്തിച്ചു. അതിന് പ്രകാരം പാർവതി ദേവി തൻ്റെ പിതാവിനോട് അനുവാദമൊക്കെ വാങ്ങി ഹിമാലയത്തിൽ തന്നെ ഭഗവാൻ കൈലാസ ശൃംഗത്തിൽ തപസ് ചെയ്യുന്നത് ഭഗവാന്റെ മുന്നിൽ പോയി ഭഗവാന് വേണ്ട ശുശ്രൂഷാദി കാര്യങ്ങളൊക്കെ ചെയ്ത് കാലം കഴിച്ചു. പക്ഷേ ഭഗവാനാകട്ടെ തൻ്റെ തീവ്ര വൈരാഗ്യത്തിൽ ഒരു നിമിഷം പോലും ആരും മൈൻഡ് ചെയ്തിട്ടില്ല. അദ്രികന്യകയായി തൻ്റെ മുന്നിൽ വന്ന പാർവതി ദേവിയെ കണ്ടതായി പോലും ഭഗവാൻ അവിടെ ഭാവം നടിച്ചില്ല. അങ്ങനെ മുന്നോട്ട് പോയാൽ ഇവിടെ ശിവപുത്രൻ എന്നത് അസംഭവ്യമായി തീരുമെന്നറിഞ്ഞ് ദേവന്മാർ ഒരുമിച്ച് കൂടി. ആ സമയത്ത് ബ്രഹ്മദേവൻ പറഞ്ഞു, ഭഗവാനെ ആ വൈരാഗ്യഭാവത്തിൽ നിന്ന് ഉണർത്തണം, രാഗങ്ങൾക്ക് വിധേയനാക്കണം. അതിന് പറ്റിയ ആളാരാ? കാമദേവനാണ്. കാമദേവനെ നിയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ കാമദേവനോട് പറഞ്ഞപ്പോൾ കാമദേവൻ പറഞ്ഞു, പണ്ട് ഇതുപോലെ ഇന്ദ്രൻ ഒരിക്കൽ എന്നെ പറഞ്ഞു വിട്ടതാണ്. അന്ന് പോയിട്ട് ഞാൻ നാണം കെട്ട് തിരിച്ചു വന്നു. ആരെടുത്താ? നരനാരായണ ഋഷിമാരുടെ അടുത്ത് മേനകയും രംഭയും തിലോത്തമയും. നമ്മൾ ആ ചരിതം പറഞ്ഞായിരുന്നല്ലോ. തിലോത്തമയൊക്കെ പോയപ്പോഴും കാമദേവൻ കൂടെ പോയി. കാരണം എന്താ? കാമദേവൻ ഇന്ദ്രിയ വാസനകളെ സൃഷ്ടിക്കുന്ന ആളാണ്. കാമഭാവത്തെ ജനിപ്പിക്കുന്നതായതുകൊണ്ടാണ് കാമദേവൻ എന്ന് പറഞ്ഞത്. കാമദേവൻ്റെ വില്ലെന്ന് പറയുന്നത് തന്നെ നീലക്കരിമ്പാണ്. മനസ്സിലായില്ലേ? കരിമ്പുകളിൽ ഏറ്റവും മധുരമുള്ളതാണ് നീലക്കരിമ്പ്. മധുരം എന്ന് പറഞ്ഞാൽ എന്താ? രുചിച്ച് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും രുചിക്കാനുള്ള താല്പര്യം നമുക്കും ഉണ്ടാവില്ലേ? അപ്പം മോഹങ്ങളിലേക്ക് വഴുതി വീഴുന്നതാണ് കാമദേവൻ എന്ന് പഠിപ്പിക്കാനാണ് അവിടെ കരിമ്പിനെ പ്രകടമാക്കിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ നീലക്കരിമ്പാണ്. അതോ പഞ്ചസായക ബാണം എന്ന് പറയുന്നൊരു വില്ല അമ്പാണ് ആർക്കുള്ളത്? കാമദേവനുള്ള. പഞ്ചസായക ബാണം വെച്ചാൽ 5 എന്താണ്? 5 ഇന്ദ്രിയങ്ങളിലൂടെയല്ലേ മോഹങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ? ഏതൊക്കെ 5 ഇന്ദ്രിയം? കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി. 5 ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് മോഹമുണ്ട്. കണ്ടറിഞ്ഞു, കേട്ടറിഞ്ഞു, മണത്തറിഞ്ഞു, രുചിച്ചറിഞ്ഞു, സ്പർശിച്ചു. ചിലർ കണ്ടു മോഹിക്കും, ചിലർ കേട്ടു മോഹിക്കും, ചിലർ രുചിച്ചു മോഹിക്കും, ചിലർ സുഗന്ധത്തിലൂടെ മോഹിക്കും ഇല്ലേ? നമ്മൾ പുഷ്പത്തെയൊക്കെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? സുഗന്ധത്തിലൂടെയാണ്. സൗന്ദര്യത്തിന് 2ാം സ്ഥാനമാണ്. ആദ്യം സുഗന്ധത്തിലൂടെയാണ് അല്ലേ? കൂടുതൽ ഇഷ്ടം വരുന്നത് സുഗന്ധത്തിലൂടെയാണ്. അതുപോലെ ചിലർ സ്പർശത്തിലൂടെ മോഹിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മോഹങ്ങളെ ജനിപ്പിക്കാൻ ഇന്ദ്രിയങ്ങളെയും മോഹിപ്പിക്കാനാണ് പഞ്ചസായക ബാണം എന്ന് പറയുന്നത്. അപ്പോൾ കാമദേവനോട് ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങനെയല്ല, ഇവിടെ സാക്ഷാൽ ദേവകാര്യത്തെ സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എവിടേക്ക് പോകേണ്ടത്? ഇവിടെ പാർവതീ ദേവിയുടെ ഒപ്പം പോകേണ്ടതെന്ന് പറഞ്ഞ് അവസാനം അവിടെ കാമദേവൻ ബ്രഹ്മാവിൻ്റെ വാക്കുകളെ അനുസരിച്ചു നേരെ ശിവഭഗവാൻ തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക്
അവിടെ പാർവതി ദേവി നേരെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കാമദേവൻ സൈഡിൽ മാറി നിന്നുകൊണ്ട് തൻ്റെ അസ്ത്രമെയ്തു. പ്രകൃതിയിൽ മാറ്റമുണ്ടായി, വസന്തങ്ങളായി. പ്രകൃതിയിൽ അതുവരെ ഉണ്ടായിരുന്ന കാലാവസ്ഥ പെട്ടെന്ന് മാറി. അവിടെ കിളികളുടെ ആരവവും പുഷ്പങ്ങളും ഒക്കെ തന്നെ വിരിഞ്ഞു. അപ്പോൾ പ്രകൃതിയിലെ മാറ്റങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്നറിയാൻ മഹാദേവൻ കണ്ണു തുറന്നപ്പോൾ തൻ്റെ തപസ്സിന് ആരാണ് വിഘ്നം വരുത്തുന്നത് എന്നറിയാൻ മഹാദേവൻ കണ്ണു തുറക്കുമ്പോൾ മഹാദേവൻ നേരെ മുന്നിൽ സർവാംഗ സുന്ദരിയായ പാർവതിയെ കണ്ടു. പക്ഷേ പാർവതി ആ സമയത്ത് ക്രോധമുള്ളിൽ തൻ്റെ വിഘ്നം വന്നതുകൊണ്ട് ആ ക്രോധഭാവത്തിൽ നിന്നതുകൊണ്ട് പാർവതിയെ കണ്ടു. എങ്കിലും ഇതിന് കാരണക്കാരനായവൻ ആരാന്നും കൂടെ അറിയാൻ വേണ്ടി നോക്കുമ്പോഴാണ് ആര് നിൽക്കുന്നത്? അവിടെ കാമദേവൻ നിൽക്കുന്നത്. ഭഗവാൻ തൻ്റെ തൃക്കണ്ണ് തുറന്നുകൊണ്ട് അതിൽ നിന്ന് പുറപ്പെട്ട അഗ്നിയാൽ ആരെ ഭസ്മമാക്കി? കാമദേവനെ ഭസ്മമാക്കി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശിവഭഗവാന് മൂന്നാമതൊരു കണ്ണുണ്ട് എന്നൊരു സങ്കല്പം നമുക്കുണ്ടല്ലോ. അത് ലോകത്ത് ഒരേ ഒരു സമയത്തെ ഭഗവാൻ തുറന്നിട്ടുള്ളൂ. അത് എപ്പോഴാണ്? ഈ സമയത്ത് മാത്രമാണ്. എന്താ ഈ തൃക്കണ്ണിൻ്റെ പ്രത്യേകത? എന്താ ശിവഭഗവാന്റെ തൃക്കണ്ണെന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊക്കെ ഉള്ളാണൊക്കെ ഇവിടെ ഒരു കണ്ണിങ്ങനെ ഇരിക്കുന്നതാണോ? ചിത്രത്തിലൊക്കെ അങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടാവാം. ഈ തൃക്കണ്ണെന്ന് പറഞ്ഞാൽ എന്താ? എന്താ? നമുക്കും വേണം തൃക്കണ്ണ്. യഥാർത്ഥത്തിൽ ശിവനെ മുമ്പേ പറഞ്ഞില്ലേ, ദേവതയിൽ എന്തൊക്കെ ഗുണമുണ്ടോ അതെല്ലാം നമുക്കും ഉണ്ടാവണം. മനസ്സിലായില്ലേ? ആ തൃക്കണ്ണ് നമുക്കും ഉണ്ടാവണം. എന്ന് വെച്ച് വീട്ടിൽ പോയിട്ടാരും കരി എടുത്ത് വെച്ച് കണ്ണൊന്നും വരച്ചോണ്ട് വരരുത്. നാളെ എന്തു പറ്റി? യജ്ഞത്തിന് പോയപ്പോൾ പറഞ്ഞു തൃക്കണ്ണ് വേണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ വരച്ച് വെച്ചുകൊണ്ടുവന്നാൽ നാട്ടുകാർ കൊണ്ടുപോകേണ്ട സ്ഥലത്ത് കയ്യും കാലും കെട്ടി കൊണ്ടുപോകും. ഇല്ലെങ്കിൽ വരച്ച് വെച്ചിട്ട് വരുമ്പോൾ ആരുടെ ഉദരവ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഒരു ചെമ്പരത്തിപ്പൂ കൂടെ വെച്ച് വെച്ചാൽ മതി. പിന്നെ പ്രശ്നം തീരും. എന്താ തൃക്കണ്ണെന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനമാണ്. മനസ്സിലായില്ലേ? ഈ രണ്ട് കണ്ണുകൊണ്ടും കാണുന്ന വസ്തുവിനെ വസ്തുതാബോധത്തിൽ ഗ്രഹിക്കണമെങ്കിൽ ജ്ഞാനമാകുന്ന കൃത്യമായ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ എന്തുണ്ടാവണം? ജ്ഞാനമുണ്ടാവണം. ജ്ഞാനമാകുന്ന കണ്ണുകൊണ്ട് നാം ഈ രണ്ട് കണ്ണുകൾ കൊണ്ട്, ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനെ ജ്ഞാനമാകുന്ന കണ്ണുകൾ കൊണ്ട് കണ്ട് ആവശ്യമുള്ളതിനെ സ്വീകരിക്കുകയും ആവശ്യമില്ലാത്തതിനെ തള്ളിക്കളയുകയും ചെയ്താലല്ലേ ജീവിതം മംഗളമാവുള്ളൂ. അല്ലേ? അല്ല, കാണുന്നതെല്ലാം അതേപടി സ്വീകരിക്കാൻ നിന്നാൽ ജീവിതം മംഗളമാവുമോ? ആവുമോ? ഇവിടെ ഭഗവാൻ തൃക്കണ്ണ് തുറന്നു എന്ന് പറയുന്നത് ആരെ ഇല്ലാതാക്കാനാ? കാമത്തെ ദഹിപ്പിക്കാനാണ്. മനസ്സിലായില്ലേ? അമിതമായി വന്നു ചേരുന്ന കാമമോഹങ്ങളെ ജ്ഞാനാഗ്നി കൊണ്ട് ദഹിപ്പിച്ചു കൊണ്ട് വേണം ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ. ഇവിടെ കാമദേവനെ ഇല്ലാതാക്കിയെന്ന് പറയപ്പെടുന്നതാണ് അവിടെ എടുക്കേണ്ട. കാമത്തെ ഇല്ലാതാക്കാൻ ലോകത്ത് സാധിക്കുന്നത് ഒന്നുകൊണ്ട് മാത്രം. എന്തുകൊണ്ടാണ്? ജ്ഞാനം കൊണ്ടാണ്. ജ്ഞാനം ശുദ്ധീകരിക്കുന്ന വസ്തുവായതുകൊണ്ടാണ് ജ്ഞാനത്തെ അഗ്നിയായി സങ്കല്പിക്കുന്നത്. സർവ്വതിനെയും ശുദ്ധീകരിക്കുന്ന വസ്തു ഏതാ? അഗ്നിയാണ്. മനസ്സിലായില്ലേ? അറിവിൻ്റെ പ്രതീകം എന്ന് പറയുന്നതാണ് ജ്ഞാനം. അറിവ് എന്ന് പറയുന്നത് അഗ്നിയാണ്. എന്തിനെ ഇല്ലാതാക്കുന്നത്? അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ അജ്ഞാനമാകുന്നതിൻ്റെ പ്രതീകമാണ് കാമം. ആ കാമത്തെ ഇവിടെ ഇല്ലാതാക്കി ഭഗവാൻ എന്നതാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ കാമദേവൻ എന്ത് ചെയ്തു? അവിടെ ഭസ്മീകരിച്ചു എന്ന ഭാവത്തിൽ നമുക്ക് എടുക്കണം. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഭഗവാൻ വീണ്ടും തപസ്സിലേക്ക് മുഴുകിയെങ്കിലും പാർവതി ദേവിക്ക് ഒരു ചെറിയ അനിഷ്ടം ഉണ്ടെന്ന് തോന്നി. താൻ മുന്നിൽ വന്ന് നിന്നിട്ടും തന്നെ നോക്കാതെ കാമദേവനെ ദേവിപ്പിച്ചിട്ട് വീണ്ടും പുള്ളിക്കാരൻ കണ്ണടച്ചു. മനസ്സിലായില്ലേ? പാർവതി ദേവി അതുവരെ ഇനിയിപ്പോൾ ശുശ്രൂഷയൊന്നുമില്ല, പാർവതി കൊട്ടാരത്തിലേക്ക് തിരികെയും പോയി. പക്ഷേ ഇവിടെ ശിവഭഗവാനാകട്ടെ കൊട്ടാരത്തിലേക്ക് പോയെങ്കിലും പാർവതിയുടെ മനസ്സിൽ ഭഗവാന്റെ രൂപം തന്നെയാണ്. അവിടെ പോയിരുന്നു കൊണ്ട് അകലത്തിൽ അകലുമ്പോഴാണല്ലോ സ്നേഹം കൂടുന്നതില്ലേ. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നവരുടെ അടുത്തുനിന്ന് അടുത്തിരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാകുന്നതിനേക്കാൾ സ്നേഹം എപ്പോഴാണ് കൂടുന്നത്? സ്നേഹത്തിന് തീവ്രത കൂടുന്നത് എപ്പോഴാണ്? അകലത്തിലിരിക്കുമ്പോഴാണ്. അവിടേക്ക് തീവ്രമായ സ്നേഹത്തിലേക്ക് പാർവതി വന്നു. ശിവനാകട്ടെ തൻ്റെ മുമ്പിൽ വന്നിരുന്ന ആ രൂപത്തെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. എന്താ കാരണം? തൻ്റെ സതി തന്നെയാണ് എന്നാര് തിരിച്ചറിയുകയാണ്? ശിവൻ തിരിച്ചറിയുകയാണ്. ആ സതിയുടെ രൂപം തന്നെ ആയിരുന്നില്ലേ ആ വന്നിരുന്ന പെൺകുട്ടിക്ക് എന്നൊക്കെ ചിന്തിച്ച് ശിവന് ഏകദാണ്ട് ആ തപസ്സിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. രാഗത്തിലേക്ക് എത്തപ്പെട്ടു. ദേവന്മാർ ഉദ്ദേശിച്ച തലത്തിലേക്ക് എത്തപ്പെട്ടപ്പോൾ ബ്രഹ്മദേവൻ ശിവനെ സന്ധിക്കുകയും അവിടെ ആ വൃത്താന്തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പാർവതി ദേവി വിവാഹം കഴിക്കുവാനുള്ള ചർച്ചകൾ നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രഹ്മദേവൻ തന്നെ തൻ്റെ പുത്രനായ ഹിമവാനോട്
പാർവതി ദേവിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ചെന്ന് അഭ്യർത്ഥിച്ചു. അതിനനുസരിച്ചുള്ള വിവാഹാദി കാര്യങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ തയ്യാറായി. അങ്ങനെ സമംഗളപൂർണമായ ഒരുക്കത്തിൽ സർവാഭരണ വിഭൂഷിതയായി സാക്ഷാൽ പർവ്വത നന്ദിനിയായ പാർവതീ ദേവിയെ യഥാവിധി ആ വിവാഹ സ്ഥലത്തേക്ക് ആനയിച്ചു. ആ സമയത്ത് ഭഗവാനാകട്ടെ സർവ്വദേവഗണങ്ങളെ അമ്മയുടെ അകമ്പടിയോടുകൂടി അവിടെ എത്തിച്ചേർന്നു, ഹിമവാന്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ ഭഗവാൻ വരുന്നതിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഭഗവാനെ സതീദേവിയുടെ വിവാഹവേളയിലൊക്കെ പറഞ്ഞത് അമംഗളൻ എന്നൊരു വാക്കിലാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ ഇവിടെ ലോകത്തെ ബോധിപ്പിക്കുകയാണ്, ഈ എല്ലാ ഭാവങ്ങളും എനിക്ക് യോജിച്ചതാണ്. മനസ്സിലായില്ലേ? ഇവിടെ ഭഗവാൻ വരുന്നത് സർവാഭരണ വിഭൂഷിതനായിട്ടാണ്. മനസ്സിലായില്ലേ? ശിവൻ തൻ്റെ ജടാകമലങ്ങൾക്കൊക്കെ മുകളിലൂടെ വലിയൊരു കിരീടമൊക്കെ എടുത്തു വെച്ചു. നല്ല ഗംഭീരമായിട്ട് താൽക്കാലികമായി പാമ്പിനോടൊക്കെ തൽക്കാലത്തേക്ക് റെസ്റ്റ് കൊടുത്ത് നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ച് പട്ടുവസ്ത്രങ്ങളൊക്കെ എടുത്ത് വളരെ മനോഹരമാർന്ന രൂപത്തിൽ എല്ലാ ദേവന്മാരെക്കാളും മോഹിതനാകുന്ന ആ മഹാമനോഹരമാർന്ന ഭാവത്തിൽ ദേവൻ വന്നു. എന്തിനാണ്? ഒരു സമയത്ത് അമംഗളൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ മംഗളസ്വരൂപനുമായി പ്രപഞ്ചത്തിൻ്റെ നാഥനായി മേവുന്നത് താൻ തന്നെയാണ് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഭഗവാൻ വന്നു. സമംഗളപൂർവം പാർവതീദേവി ഭഗവാന്റെ കഴുത്തിൽ വർണ്ണമാലം ചാർത്തി. ഭഗവാൻ തൻ്റെ വാമേശ്വരിയായി ഭഗവാന് മനസ്സിലായി. ഒരിക്കൽ ദേവി ഉമയായി വന്നു, പിന്നീട് സതിയായി വന്നു, ഇല്ലേ? ഇനി വന്ന ഈ പരാശക്തിയായ ദേവി ഒരിക്കലും തന്നിൽ നിന്ന് വിട്ടകന്നു പോകാനുള്ള സാഹചര്യമുണ്ടാകരുത് എന്ന ഭാവത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗം ആർക്ക് കൊടുത്തു? ഭഗവതിക്ക് കൊടുത്തു. മനസ്സിലായില്ലേ? ലോകത്തിലേറ്റവും കൂടുതൽ സ്നേഹസമ്പന്നനായ ഗൃഹനാഥൻ ഭർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാ? ശിവനാണ്. ഏറ്റവും കുശലനായ കൗശലക്കാരനായ ഭർത്താവ് ആരാന്ന് ചോദിച്ചാൽ ആരാ? അത് കൃഷ്ണനാണ്. മനസ്സിലായില്ലേ? വിഷ്ണു ആണ്. ഇവിടെ രണ്ട് തരത്തിൽ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഇവിടെ ഏറ്റവും തൻ്റെ പത്നിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭർത്താവ് അത് ശിവനാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന് മാതൃകയാക്കേണ്ട ലോകമാതാവും ലോകപിതാവും ആരാണെന്ന് ചോദിച്ചാൽ ശിവപാർവതിമാരാണ്, അല്ലേ? കുടുംബസമേതം നമ്മൾ ആരാധനയ്ക്ക് വെക്കുന്ന ഏകദേവഭാവം ആരാ? ശിവൻ്റെ മാത്രമാണ്. വേറെ ആരെങ്കിലും കുടുംബസമേതമൊക്കെ ഉണ്ടോ? ശിവകുടുംബം, അല്ലേ? നമ്മുടെ പൂജാമുറിയിൽ പോലും ആരാധനയ്ക്ക് ശിവകുടുംബം എന്ന സങ്കല്പമുണ്ട്. വൈരുദ്ധ്യങ്ങൾ അനവധി ഉണ്ടെങ്കിലും പാരസ്പരികമായ ചേർച്ചയും ധർമ്മബോധവും ഉണ്ടെങ്കിൽ ബാഹ്യമായ വൈരുദ്ധ്യങ്ങളെ അതിജീവിച്ച് ആനന്ദപൂർണമായി ജീവിക്കാൻ സാധിക്കും. അതാണ് ശിവകുടുംബം നമ്മളെ പഠിപ്പിക്കുന്നത്. ബാഹ്യമായ വൈരുദ്ധ്യമുണ്ട്. പൊരുത്തക്കേടുകളൊക്കെ നോക്കിയാൽ ഒത്തിരി പൊരുത്തക്കേടുകൾ എവിടെ കാണാം? ശിവകുടുംബത്തിൽ കാണാം. അതെല്ലാം ബാഹ്യമാണ്. അതിനെയൊക്കെ പുറത്ത് നിർത്തിക്കൊണ്ട് കുടുംബജീവിതത്തിൽ എന്ത് വേണം? ആന്തരികമായ മനപ്പൊരുത്തമുണ്ടാവണം. മനസ്സിലായില്ലേ? ആന്തരികമായ പരസ്പര ധാരണ ഉണ്ടാവണം. നമ്മളെയൊക്കെ കുടുംബത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളില്ലെങ്കിൽ, ബാഹ്യമായ പൊരുത്തങ്ങൾ അനവധി ഉണ്ടെങ്കിലും ജീവിതം ശാന്തമായിരിക്കുമോ? പുറമേ ഉള്ളവർ നോക്കിയാൽ ചിലർ ചോദിക്കത്തില്ല എന്തിൻ്റെ കുറവ്, എല്ലാം ഉണ്ട്, പക്ഷേ രണ്ടും തമ്മിൽ ഡെയിലി അടിയാം. എന്താ കാരണം? യഥാർത്ഥത്തിൽ വേണ്ട പാരസ്പരികമായ മാനസികമായ പൊരുത്തമില്ല. പരസ്പരം പാലിക്കേണ്ടതായ മര്യാദകളും ധർമ്മങ്ങളും നിലവിലില്ല. ഇവിടെ ശിവകുടുംബത്തിങ്ങളെടുത്തൊക്കെ വൈരുദ്ധ്യം എന്താ? ശിവൻ്റെ വാഹനം കാളയാണ്, അല്ലേ? ദേവിയുടെ വാഹനം സിംഹമാണ്. തമ്മിൽ നല്ല ചേർച്ചയാണോ? രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ഒരു പോർച്ചിൽ കൊണ്ടുവന്ന് രണ്ട് വാഹനം കൂടെ പാർക്ക് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഗണപതിയുടെ വാഹനം എലിയാണ്. സുബ്രഹ്മണ്യൻ്റെ ശിവൻ്റെ കഴുത്തിൽ കിടക്കുന്നതോ? എലിയെ കണ്ടാൽ വിടുവോ? സർപ്പമാണല്ലേ. ഇനി സുബ്രഹ്മണ്യൻ്റെ വാഹനം മയിലാണ്. മയിൽ പാമ്പിനെ കണ്ടാൽ വിടുവോ? ഇനി ശിവനാകട്ടെ വസ്ത്രാഭരണങ്ങളൊക്കെ ഉപേക്ഷിച്ച ഭാവത്തിൽ നടക്കുന്നു. ദേവിയായിട്ട് സർവ്വ പട്ടുവസ്ത്രം ഉടുത്തില്ലേ കമനീയ ഭാവത്തിൽ നടക്കുന്നു. എന്തൊക്കെ വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് ആലോചിച്ച് നോക്കേ. പക്ഷേ ഈ വൈരുദ്ധ്യങ്ങളൊന്നും ജീവിതത്തെ ബാധിക്കാതെ, ബാഹ്യമായ വൈരുദ്ധ്യങ്ങളൊന്നും ഒരിക്കലും ഒരു കുടുംബജീവിതത്തെ ബാധിക്കരുത് എന്ന് കൂടി പഠിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ബാഹ്യമായ പല വൈരുദ്ധ്യങ്ങളുണ്ടാവും, പല കുറവുകളുണ്ടാവില്ലേ? ഉണ്ടാവുമോ? ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊന്നും ബാധിക്കാതെ ആന്തരികമായി പരസ്പരമുള്ള വിശ്വാസം, സ്നേഹം ഇവ നിലനിർത്തിക്കൊണ്ട്, മാനസികമായ ഐക്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബം ഉണ്ടാകുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വിട്ടുപോകാതെ പറയേണ്ടതായതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ പാർവതി ദേവി വിവാഹം കഴിഞ്ഞ് പോകുന്ന സമയത്ത്
ഇവിടെ പാർവതി ദേവിക്ക് ഉത്തമരായ സ്ത്രീരത്നങ്ങളെ കൊണ്ട് ഉപദേശങ്ങൾ കൊടുത്തയച്ചു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ ദേവീ ഭാഗവത്തിൽ അത്ര പ്രകടമായി അതിനെക്കുറിച്ച് അങ്ങോട്ട് വർണ്ണിക്കുന്നില്ലെങ്കിലും ശിവപുരാണത്തിൽ നമ്മളെല്ലാ പുരാണങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ശിവപുരാണം എടുക്കുന്ന സമയത്ത് അങ്ങനെയൊരു വ്യാഖ്യാനം കൂടി അവിടെ വരുന്നുണ്ട്. അതിൽ പറയുന്നത് ഉത്തമരായ സ്ത്രീരത്നങ്ങളെ കൊണ്ട് തൻ്റെ മകൾക്ക് വേണ്ട മംഗളോപദേശങ്ങൾ മുഴുവൻ ആര് കൊടുത്തു? ഹിമവാൻ്റെ പത്നി കൊടുത്തു എന്ന് പറയുന്നു. ഇവിടെ എന്താണിത് കാര്യം? ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ അനുഭവസമ്പന്നരായ മാതാപിതാക്കൾ ആ ജീവിതത്തിൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായ ബോധവൽക്കരണം നടത്തി വേണം അയക്കേണ്ടത്. മനസ്സിലായില്ലേ? ആ ബോധവൽക്കരണം ഇല്ല എങ്കിൽ ചെല്ലുന്ന കുടുംബത്തെ കലക്കുന്നവളായിട്ട് ആര് മാറും? അല്ലെങ്കിൽ ചെല്ലുന്ന കുടുംബത്തിലുള്ള പലതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിൽ ആ പെൺകുട്ടി എത്തപ്പെടും, ആൺകുട്ടികളാണെങ്കിലും. അപ്പം വിവാഹം കഴിപ്പിച്ച് വിടുന്ന സമയത്ത് അതിനാവശ്യമായ ഒരു ജീവിതത്തെക്കുറിച്ചിട്ടുള്ളൊരു കാഴ്ചപ്പാട് കൂടി പകർന്നു കൊടുത്ത് വേണം അവരെ കുടുംബജീവിതത്തിലേക്ക് നയിക്കാൻ. പണ്ട് കാലങ്ങളിൽ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മുടെ വീട്ടിലുള്ള മുത്തശ്ശിയും അമ്മമാരും ഒക്കെ വളരെ കൃത്യമായ ശ്രദ്ധ കൊടുത്തിരുന്നു. ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. മനസ്സിലായില്ലേ? അതിൻ്റെയൊക്കെ പരിണിത ഫലം പല കുടുംബങ്ങളുടെയും ജീവിതത്തിൽ വിവാഹമോചനത്തിലേക്കും തമ്മിൽ കലഹത്തിലേക്കുമൊക്കെ വളരെ വേഗത്തിൽ കൂപ്പുകുത്തുന്ന ദുരവസ്ഥ ഉണ്ടാവാതിരിക്കണം. ഇന്നതിന് മോഡേൺ ഒരു പേരിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. എന്താ? വിവാഹപൂർവ്വ കൗൺസിലിംഗ്. മനസ്സിലായില്ലേ? ഇപ്പോൾ അതൊരു പുതിയ സിസ്റ്റമായിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ പണ്ട് ഇതേ കൗൺസിലിംഗ് എന്നുള്ള പേരൊന്നും ഇല്ലെങ്കിലും കൃത്യമായി ഉപദേശം കൊടുത്ത് ചെന്ന് കയറുന്ന വീടിന് ഐശ്വര്യമായി ആ വീട്ടിലെ എല്ലാവരെയും സ്നേഹം കൊണ്ട് കീഴടക്കാനായിരുന്നു മക്കളെ പഠിപ്പിച്ച് വിടുന്നത്. ശരിയല്ലേ? ഇന്ന് പലപ്പോഴും പല അമ്മമാർ പോലും ഇതൊന്നും പഠിപ്പിക്കാതെ പറയുന്നത് എന്താ? ചെല്ലുമ്പോഴേ ഒരു നോട്ടം വേണം, താക്കോലൊക്കെ സ്വന്തം കയ്യിൽ വരണം, അല്ലേ? ഭർത്താവിൻ്റെ ശമ്പളം കിട്ടുന്ന പൈസയൊക്കെ നിൻ്റെ കയ്യിലാണ് ഇനി വരേണ്ടത്. അതണക്ക് വെച്ചു കൂട്ടൊന്നും ഇനി അങ്ങനല്ല, ഇതൊക്കെ നീ നോക്കിക്കണം. നാത്തൂമാരിടയ്ക്ക് വരുമ്പം ബാഗിൻ്റെ അളവ് വീതി കൂടിയിട്ടാണോ തിരിച്ചു പോകുന്നതെന്നൊക്കെ നോക്കണം. ഇതൊക്കെ പറഞ്ഞ് മക്കളെ അങ്ങോട്ട് വിടും. എന്നിട്ട് പറയും മക്കളുടെ ജീവിതത്തിന് നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ നല്ലതിന് വേണ്ടി പോകുന്ന പലപ്പോഴും എന്തായി മാറും? ദുഃഖത്തിന് കാരണമായി മാറും. യഥാർത്ഥത്തിൽ പരസ്പരം സ്നേഹം കൊണ്ട് ഇരു കുടുംബങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ദാമ്പത്യം. അത് പുരുഷൻ സ്ത്രീയുടെ കുടുംബത്തോടാണെങ്കിലും സ്ത്രീ പുരുഷൻ്റെ കുടുംബത്തോടാണെങ്കിലും ആ പാരസ്പരികമായ ബോധത്തിലേക്കാണ് കുടുംബജീവിതത്തെ എത്തിക്കേണ്ടത്. അപ്പോൾ ആ സർവമംഗള സ്വരൂപമാർന്ന ആ കുടുംബജീവിതത്തിൻ്റെ ഉദാത്ത മാതൃക കൂടിയിട്ടാണ് പാർവതി പരിണയം. അവിടെയാണ് സാക്ഷാൽ ആദിപരാശക്തിയായ ഭഗവതി പ്രകൃതി പുരുഷ സംയോഗം പോലെ ഈ പ്രകൃതിക്ക് നിദാനമായി നിൽക്കുന്ന മഹാശക്തിയെപ്പോലെ പരസ്പരം രണ്ടല്ലാതെ ഒന്നായി നിൽക്കുന്ന മഹാസ്വരൂപമാണെന്ന് നമ്മളെ ഏതിലൂടെ ബോധ്യപ്പെടുത്തുന്നത്? പാർവതീ പരിണയത്തിലൂടെ സാക്ഷാൽ ലോകഗുരുവായ വ്യാസൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അത്യന്തം മംഗളകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർന്നു നൽകുവാൻ ആദിപരാശക്തി അമ്മ മഹാമായയുടെ ഉപാസനയിലൂടെ നമുക്കൊക്കെ സാധിക്കട്ടെ. എല്ലാവിധമായ അനുഗ്രഹ വർഷങ്ങളും നമ്മളിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യന്തം ശ്രേഷ്ഠമായ